हरे कृष्णा सर्वम कृष्णार्पणमस्तु പ്രഭുപാദ് की जय ഗുരു മഹാരാജ് की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഇവിടെ വീട്ടിൻ്റെ പുറത്തിരുന്ന് ക്ലാസ് എടുക്കാൻ നല്ല സുഖമാണ്. കാരണം നല്ല കാറ്റുണ്ട്. വീട്ടിൻ്റെ അകത്തിരുന്ന് പുഴുങ്ങിയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് പുറത്തേക്കാക്കി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് നമ്മുടെ ടേബിളൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ക്ലാസ് എന്താ പറയുക, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും മഹാരാജിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഒപ്പം എന്താ പറയുക മെസ്സേജുകൾ നോക്കുന്നതും ഒക്കെ. ഇവിടെ എൻ്റെ ഒരു പൂന്തോട്ടം ഞാൻ സെറ്റ് ചെയ്തൊരു കുഞ്ഞ് പൂന്തോട്ടമുണ്ട്. എനിക്ക് ചുറ്റും കുറച്ച് ചെടികളും ഒരു വിളക്കും ഒക്കെ ആയിട്ട് സുഖകരമായൊരു അന്തരീക്ഷം. അപ്പം അയ്യോ, നാട്ടിലല്ല, ഇത് ചെന്നൈയിൽ ഞാനൊരു കുഞ്ഞു നാടാക്കിയതാ. കാണണോ? കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു വിളക്ക് മ്യൂട്ടായിപ്പോയി, ക്ഷമിക്കണം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ മണി പ്ലാന്റ്. അതിനെ ഞാനിങ്ങനെ കണക്ട് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നു പരിമിതമായിരിക്കുന്ന സാഹചര്യത്തിൽ. പിന്നെ ഇതൊരു മുല്ലയാണ്. ഒരുപാട് ഒരേ സമയം ഒത്തിരി മുല്ലപ്പൂ ഉണ്ടാവും. അപ്പോൾ രാധാറാണിക്ക് കൊടുക്കാമല്ലോ. ഇവിടെയും മണി പ്ലാന്റ് ഇങ്ങനെ ഒരു തൊട്ടിയിൽ വെച്ചിട്ട് ഇതെൻ്റെ തുളസി. അങ്ങോട്ടൊക്കെ ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ബാക്കിൽ വരെ എൻ്റെ പച്ചക്കറി തോട്ടം. അതിൽ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. ഇതിങ്ങനെ നമ്മുടെ മഞ്ജരീസിൻ്റെ കുറേ കണക്കുകൾ, കാര്യങ്ങൾ, ബുക്സുകൾ, ഫയലുകൾ എല്ലാം. ഇത് നമ്മുടെ പാസേജ്. ഇവിടെയാണ് ഞങ്ങൾ അപ്പുറത്തുള്ളവരൊക്കെ ആയിട്ട് മീറ്റിംഗ് കൂടുന്നത്. ഇതെൻ്റെ പാരിജാതം. ഇവിടെ എൻ്റെ ഒരു കുഞ്ഞ് സാധനം ഇങ്ങനെ ഒരിതിൽ തളികയല്ല, ഉരുളിയിൽ വെള്ളമൊഴിച്ച് പൂക്കളിട്ട് വെക്കും. അവിടെ ദൃഷ്ടി ഗണപതി. ഇത് മാവിലയിൽ മഞ്ഞപ്പൊടിയും കുങ്കുമവും കൂടെ ചേർത്ത് വെച്ചത്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ഫീലാണ്. എനിക്ക് ആ വിളക്കും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ പരിമിതമായ സൗകര്യത്തിൽ ഒരു കുഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. എനിക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാനിപ്പം മെസ്സേജുകൾ നോക്കുന്നത്. കാരണം വീട്ടിൻ്റെ ഉള്ളിൽ പാരിജാതം വലിയ മരമാവും. അപ്പോഴേക്കും ഭഗവാൻ നമുക്കൊരു സ്ഥലം തരുമെന്ന് വിചാരിക്കാം, അല്ലേ? കിച്ചൂട്ടനും രാധാറാണീനെയും രാത്രി പൊക്കി ഞാൻ ഇവിടെ ടേബിളിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും കുറേ മണിക്കൂറുകളോളം. എന്നിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് സുഖമായിട്ട്. മഴയാണെങ്കിലും താമര കിട്ടും, ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്. മഴയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ പിന്നിൽ നിറയെ മാങ്ങയാണ്. അത് ഞാൻ മേലെ പോയി പറിച്ചെടുക്കും.
എല്ലാവരും പറയും, എന്താ പറയുക, അവിടെ നിന്ന് ആ വീട്ടിലുള്ളവരൊക്കെ പറയും ഇവിടെ ഭയങ്കര കാറ്റാണ്. ശരിയാണ്, ഇവിടെ നല്ല കാറ്റാണ്. എന്തിനാണ് നമ്മളിങ്ങനെ അകത്തിരുന്ന് ഇങ്ങനെ പുഴുകുന്നത്? AC-നേക്കാളൊക്കെ എത്രയോ നല്ലതല്ലേ നമ്മളുടെ എന്താ പറയുക ചെടികളുടെ നല്ല ഓക്സിജൻ, ചെടികളിൽ നിന്നുള്ള ആ ഒരു കാറ്റ് എത്രയോ ബെറ്ററാണ്. AC-യേക്കാൾ എത്രയോ ബെറ്ററാണ്. അങ്ങോട്ടൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഞാൻ ചെടി വെച്ചിരിക്കുകയാണ്. നല്ല സുഖമായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കാം, വായിക്കാം, പഠിക്കാം, കണക്കുകൾ നോക്കാം, എഴുതി വയ്ക്കാം, മെസ്സേജുകൾ കേൾക്കാം, ജപിക്കാം. അപ്പം മാങ്ങ കാണുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും വരൂ, എല്ലാവരും വരൂ. ഇവിടെ എൻ്റെ വീട്ടിൽ ചെന്നൈയിൽ, ഞാൻ കേരളക്കാരിയാണ്. അപ്പം ഞാൻ കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എവിടെ ഉണ്ടാക്കേണ്ടത്. എനിക്ക് ആ ചെറിയ തൂക്കുവിളക്കൊക്കെ അങ്ങനെ കത്തുമ്പം ഭയങ്കര ഒരു ഫീലാണ്, നല്ലൊരു ഫീല്. അങ്ങനെ ഇരിക്കട്ടെ. നമ്മളിരിക്കുന്ന സാഹചര്യം നമ്മൾ കുറച്ചും കൂടെ പോസിറ്റീവാക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക. അല്ലാതെ നമ്മളിരിക്കുന്ന സാഹചര്യത്തെ നമ്മൾ മാറ്റാന്നല്ലാതെ സാഹചര്യം നമുക്ക് വേണ്ടി മാറിത്തരൂല. മനസ്സിലായില്ലേ? AC ഉണ്ട്, AC-യിൽ വേണമെങ്കിൽ AC ഇട്ട് എനിക്ക് ഇരിക്കാം. പക്ഷെ അതിലൊരു എന്താ കാറ്റ്, ഒരു രക്ഷയില്ല, ഭയങ്കര കാറ്റ്. നമ്മളിരിക്കുന്ന എന്താ പറയുക AC-യിൽ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ സമാധാനവും എത്രയോ ശാന്തതയുമാണ് ഇവിടെ ഈ ടേബിൾ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഒരുപാട് ചിന്തിക്കാൻ പറ്റും, ഒരുപാട് എഴുതാൻ പറ്റും, ഒരുപാട് വായിക്കാൻ പറ്റും, ക്ലാസ് എടുക്കാൻ പറ്റും. നല്ല കാറ്റ്, സമാധാനമുള്ള ഒരു അന്തരീക്ഷം, അങ്ങനെയൊക്കെ. രാത്രി പേടിക്കാനോ? എന്തിന്? ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം വീടുകളാണ്. സുഖമായിട്ട് ഞങ്ങളെല്ലാവരും 1 മണി 2 മണി വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പുറത്തുള്ളവരൊക്കെ വന്നിരിക്കും, കഥ പറയും, എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കും. എല്ലാവർക്കും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ക്ലാസ് എടുക്കാം. മഹാഭാരതം എടുക്കാം. ഗീത എടുക്കാനാണ് എല്ലാവരും പറഞ്ഞത്. രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗീത എടുക്കുന്നില്ല, മഹാഭാരതം തന്നെ എടുക്കാം. പതിവ് പോലെ ചെന്നൈയിൽ നിന്ന് ഇനിയിപ്പോൾ ജൂൺ മാസം നാട്ടിലേക്ക് വരുന്നുള്ളൂ. പതിവ് പോലെ എല്ലാവരും എന്താ പറയുക, ഭയങ്കര കാറ്റ്. ഈ കാറ്റ് തന്നെ വല്ലാതെ ഉറക്കിക്കളയുമോ എന്നൊരു സംശയമുണ്ട്. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ലൈവ് ഷെയറിങ്ങിലൂടെ വല്ലാത്ത കാറ്റായി പോയല്ലോ ഇപ്പോൾ. ഇത് കാറ്റ് കാരണം പകത്തേക്ക് പോകേണ്ട അവസ്ഥയാവുന്നുണ്ട്. അപ്പം എന്താ പറയുക, മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യുക. ഷെയറിങ് വളരെ കുറവാണ്, അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ലൈവ് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ശ്രീ മഹാഭാരതത്തിൽ യുദ്ധത്തിൽ മരിക്കുന്നവർക്കുള്ള ലോകങ്ങൾ, ഇതേക്കുറിച്ചാണ്. മോൻ്റെ റിസൾട്ട് വന്നു, മോൻ പാസ്സായി, അതിലേറെ സന്തോഷം. ഗുരുവായൂർ മഞ്ജരീസിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, ഒരുപാട് നന്ദി അറിയിക്കുന്നു. കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കൊക്കെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. അവനെക്കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അവൻ എന്നോട് പറയാറുണ്ട്, മമ്മി ഇനിയിപ്പോൾ എനിക്ക് എക്സാമാണെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ മമ്മിയല്ലല്ലോ പഠിക്കുക, ഞാനല്ലേ പഠിക്കണേ. എന്തായാലും മമ്മി ഇവിടെ വന്ന് വെറുതെ പോസ്റ്റായി ഇരിക്കാന്നേ ഉള്ളൂ, ഞാൻ പഠിച്ചു തീർക്കണ്ടേ. അതിലും ഭേദം അവിടെ അന്നദാനം കൊടുത്ത് കിച്ചൂട്ടനും രാധാറാണിക്കും ഒക്കെ ഹാരം അണിഞ്ഞ് അങ്ങനെയൊക്കെ സ്വസ്ഥമായി മമ്മിയുടെ ജോലി നോക്കുക, അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ച് ഇങ്ങോട്ട് ഓടി വരണ്ടാന്നായിരുന്നു എന്നോട് പറഞ്ഞത്. നമ്മുടെ കുട്ടികളാണെങ്കിലും തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കുന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ നമ്മുടെ ആൺമക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആൺകുട്ടികളുടെ ജീവിതത്തിൽ വരുന്ന ഭാര്യമാരൊരിക്കലും അവരെ ബഹുമാനിക്കില്ല. അപ്പോൾ കുഞ്ഞിലേ ഞാൻ അവനെ ബഹുമാനിച്ച്, അവൻ്റെ വാക്ക് വളരെ ചെറിയ വാക്കാണെങ്കിലും ഞാനത് അനുസരിച്ച് അവൻ്റെ കൂടെ ഒരാളെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ചില സമയങ്ങളിൽ മാത്രമേ ഞാൻ അവൻ്റെ അമ്മയാവാറുള്ളൂ. കാരണം ആ സമയത്ത് അവൻ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചാൽ മാത്രം ഒന്ന് സ്ട്രിക്റ്റ് ആവും. ഇല്ലെങ്കിൽ അവൻ എന്താ പറയുക, അവൻ്റെ ലോകത്ത് അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവൻ കാണുന്ന കാര്യങ്ങൾക്ക് ആ സമയത്ത് അവന് വലിപ്പമുണ്ട്. പക്ഷെ നമ്മളുടെ പ്രായം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ വളരെ ചെറുതായി നമുക്ക് തോന്നാം. പക്ഷെ അവരുടെ ലോകത്തെ ഏറ്റവും വലിയ വലിയ കാഴ്ചപ്പാടുകളാണ് അവരവരുടെ പ്രായത്തിൽ പറയുന്നത്. 2ാമത്തെ 3ാമത്തെ വയസ്സിൽ അവൻ്റെ കാഴ്ചപ്പാടുകളുടെ വലിപ്പം ആ 3 വയസ്സിൻ്റെ പക്വതയിലായിരുന്നു. പക്ഷെ അവൻ്റെ 15ാമത്തെ വയസ്സിൽ അവൻ്റെ കാഴ്ചപ്പാട് 15 വയസ്സിൻ്റെ പക്വതയിലാണ്. അത് ഞാൻ എൻ്റെ 38ാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കും? അതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ വലുതല്ലെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ വലിപ്പം കൂട്ടി പറയുകയാണെങ്കിലും ഞാനത് ആ വലിപ്പത്തിൽ കാണും.
കാരണം അപ്പോഴാണ് കുട്ടികൾക്ക് നമ്മളുടെ അടുത്ത് വന്ന് എല്ലാം തുറന്നു പറയാൻ സാധിക്കുന്നത്. നമ്മൾ അവരെ ബഹുമാനിക്കണം. നമ്മുടെ ആൺകുട്ടികളെ നമ്മൾ വേണം ബഹുമാനിക്കാൻ. തുടക്കം ആൺകുട്ടികൾക്ക് ബഹുമാനം ലഭിക്കുന്നത് അവനെ പ്രസവിച്ച അമ്മയിൽ നിന്നാണ്. ആ പ്രസവിച്ച അമ്മ അവനെ ബഹുമാനിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പെൺകുട്ടി അവനെ ബഹുമാനിക്കും. ഇല്ലെങ്കിൽ അത് പോയി. മനസ്സിലായില്ലേ? അപ്പോൾ വീടുകളിൽ ഭാര്യമാര് പ്രശ്നം ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരമ്മയും മകൻ്റെയും ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരമ്മ മകനോട് വീടുകളിൽ സംസാരിക്കുമ്പോൾ വളരെ മോശമായി സംസാരിക്കുകയാണെങ്കിൽ അവൻ്റെ ഭാര്യയ്ക്ക് തോന്നും ഇവൻ ഇത്രയേ ഉള്ളൂ എന്ന്. അതുതന്നെയായിരിക്കും അവൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ആ അമ്മ ആ കുട്ടിയെ ബഹുമാനിക്കുന്നു, അവൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നു, അവനോട് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യൂ എന്നുണ്ടെങ്കിൽ ആ കയറി വരുന്ന പെൺകുട്ടിക്കും തൻ്റെ ഭർത്താവിനോടൊരു സ്നേഹം ഉണ്ടാവും. ജീവിതാന്ത്യം വരെ ആ സ്നേഹം നിലനിൽക്കും, ആ ബഹുമാനം നിലനിൽക്കും. അപ്പോൾ അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ ആൺകുട്ടികളുടെ വാക്കുകൾ നമ്മൾ റെസ്പെക്റ്റോടുകൂടി കാണുക, സ്നേഹിക്കുക. അപ്പോൾ അവരുടെ ജീവിതം നല്ല സ്മൂത്തായിരിക്കും. ഓക്കെ. ശ്രീ മഹാഭാരതത്തിൽ ശാന്തി പർവം വലിയൊരു ചാപ്റ്ററാണ്, കഴിയുന്നില്ല. ശാന്തി പർവത്തിൽ യുദ്ധത്തിൽ മരിക്കുന്നവർക്കുള്ള ലോകങ്ങൾ എന്നുള്ളൊരു അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നീട് ധർമ്മപുത്രൻ ഒരു ചോദ്യം ചോദിച്ചു. ഇനി ജൂണിലാണ് വരുന്നത് ഗുരുവായൂരിലേക്ക്. എന്താണ് ധർമ്മപുത്രൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീഷ്മ പിതാമഹൻ കിടക്കുകയാണ് എവിടെ? നമ്മുടെ ശരശയ്യയിൽ. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് ഒരു ചോദ്യം ചോദിച്ചു. കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിലൊരു ചോദ്യം കൂടെ എക്സ്ട്രാ ചോദിക്കുകയാണ് അല്ലേ? അപ്പം ആ എക്സ്ട്രാ ഉള്ള ചോദ്യം എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, പിതാമഹ, പോർക്കളത്തിൽ നിന്ന്, അതായത് യുദ്ധത്തിൽ നിന്ന് പേടിക്കാതെ വീരനായി പോരാടി മരിക്കുന്ന രാജാവിന്, പോർക്കളത്തിൽ നിന്ന് പേടിക്കാതെ, കുറച്ച് പേരൊക്കെ പേടിച്ചോടും, കുറേയൊക്കെ പേര് മരിച്ചു പോകും. അപ്പോൾ യുദ്ധഭൂമിയിൽ പേടിക്കാതെ വീരനായി പോരാടുന്ന രാജാവിന് മരണശേഷം ഏത് തരത്തിലുള്ള ലോകമാണ് കിട്ടുക എന്ന് ചോദിച്ചു. അതിനുത്തരായിട്ട് ഭീഷ്മർ പറയാണ്, പണ്ട് ഇന്ദ്രനും അംബരീഷനും തമ്മിൽ നടന്ന ഒരു സംഭാഷണമുണ്ട്. ഇന്ദ്രനും അംബരീഷനും തമ്മിൽ ഒരു സംസാരം നടന്നു. ആ സംസാരമാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അപ്പം എന്താ അത്? നാഭാഗന്റെ മകനായിരിക്കുന്ന അംബരീഷ് രാജാവ്, ആരാണ്? നാഭാഗന്റെ മകനായിരിക്കുന്ന അംബരീഷ് രാജാവ് സ്വന്തം ജീവിതത്തിലുള്ള, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ മോനെ, ഹലോ. ഓ, എന്തേ? ₹30 നിന്റെ കയ്യിലുണ്ട്, ഇനി 20 രൂപ ഞാനും കൂടെ അയച്ചിട്ട് നിനക്ക് ജ്യൂസ് കുടിക്കണം അല്ലേ? ആ, കൊള്ളാലോ, കുഴപ്പമില്ല. മമ്മി ഇപ്പം അയച്ചു തരാം കേട്ടോ. 20 രൂപ അല്ലേ വേണ്ടത്? ശരി ശരി ശരി, അയച്ചുതരാം. ക്ലാസ്സിലാണ് കേട്ടോ, മമ്മി വിളിക്കാം. ആ, 20 രൂപയല്ലേ വേണ്ട, മമ്മി ഇപ്പം അയച്ചുതരാം. ശരി ശരി, ഓക്കെ. അവൻ്റെ കയ്യിലൊരു 30 രൂപയുണ്ട്, അപ്പോൾ അവനൊരു 20 രൂപയും കൂടി കിട്ടിയാൽ ഒരു ജ്യൂസ് കുടിക്കാമെന്ന്. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള ലോകം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, നാഭാഗന്റെ മകനായിരിക്കുന്ന, ഞാൻ കയ്യിൽ പൈസ കൊടുക്കാറില്ല, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് വാങ്ങി എത്തിക്കുകയാണ് ചെയ്യാറ്. പിന്നെ അവിടെ കുക്കുണ്ട്, പുള്ളി അങ്ങനെ പൈസ ആവശ്യപ്പെടാറുമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 10, 20, 50, 100 രൂപയുടെ മേലോട്ട് ചോദിക്കില്ല. അവൻ ഒരിക്കലും ചോദിക്കില്ല. 100 രൂപയുടെ മേലോട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡയറക്റ്റ് ചെയ്തു കൊടുക്കണം, ഇല്ലേ അവൻ്റെ പപ്പ ഡയറക്റ്റ് ചെയ്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പൈസ കലിയാണ്, പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ കലി നിന്നെ അറ്റാക്ക് ചെയ്യുമെന്ന്. അതുകൊണ്ട് പുള്ളി അത് ചോദിക്കേയില്ല. അയ്യോ എനിക്ക് വയ്യ മമ്മി, കലി എന്നെ പിടിക്കാനെന്ന് പറയാറ്. അങ്ങനെയാണ് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അംബരീഷ് രാജാവ് സ്വന്തം ജീവിതത്തിലുള്ള ധർമാനുഷ്ഠാനം കൊണ്ട് സ്വർഗം നേടി. അംബരീഷ് രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിലുള്ള ധർമ്മം കൊണ്ട് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. അങ്ങനെ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നപ്പോൾ, സ്വർഗത്തിലിരിക്കുന്നത് ഇന്ദ്രനാണല്ലോ, അപ്പം ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന സുദേവൻ സ്വർഗത്തേക്കാൾ ഉയർന്ന ലോകങ്ങളിലേക്ക് പറന്നുയരുന്നത് കണ്ടു.
ആരുടെ? അംബരീഷ് രാജാവ് നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് അദ്ദേഹം മരിച്ച് സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ ആരുണ്ട്? ഇന്ദ്രനുണ്ട്. അപ്പോൾ ഈ അംബരീഷ് മഹാരാജാവിൻ്റെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സുദേവൻ. ഈ സുദേവൻ നമ്മുടെ അംബരീഷ് മഹാരാജാവ് സ്വർഗത്തിലിരിക്കുമ്പോൾ സുദേവൻ ഇങ്ങനെ മേലോട്ടുള്ള ലോകങ്ങളിലേക്ക് പോവാണ്. സ്വർഗത്തേക്കാൾ വലിയ ലോകത്തിലേക്ക് പോവാണ്. അങ്ങനെ പറന്നുയരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഇന്ദ്രനോട് അംബരീഷ് മഹാരാജാവ് ചോദിച്ചു, അല്ലയോ ദേവരാജാവേ, ഞാൻ ഭൂമിയിൽ ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത ഒരാളാണ്. അംബരീഷ് മഹാരാജാവ് പറയാൻ കേട്ടോ, ഞാൻ ഭൂമിയിൽ ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത ആളാണ്. വിധി പോലെ ഞാൻ ചെയ്തിട്ട് പോലും സ്വന്തം ധർമ്മം, ഞാൻ ചെയ്യേണ്ട സ്വന്തം ധർമ്മം ഒരു അണുവിട തെറ്റാതെ ഞാൻ ആചരിച്ചിട്ടും അതിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ സ്വർഗത്തിലെത്തിയിട്ടും ശാന്തശീലനായിരുന്ന ഒരു യോദ്ധാവായിരുന്നു സുദേവൻ, എൻ്റെ മന്ത്രി. അദ്ദേഹം ഇപ്പോൾ എന്നേക്കാൾ ഉയർന്ന ലോകങ്ങളിലേക്കാണല്ലോ പോകുന്നത്. അപ്പോ അയാൾ എന്നേക്കാൾ വലിയൊരു ഉയർന്ന സ്ഥാനത്തെത്താൻ എന്താ കാരണം? ഞാനാണ് ഏറ്റവും കൂടുതൽ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തത്, പക്ഷെ എന്നേക്കാൾ മുകളിലേക്കാണല്ലോ സുദേവൻ പോകുന്നത്. അതിന്റെ കാരണം എന്താ? സുദേവനാണെ ഭയങ്കര ശാന്തശീലനുമാണ്. എന്താ അതിന്റെ റീസൺ എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, സുദേവന് സാംക്രമയജ്ഞം മൂലമാണ് ഈ നേട്ടം ഉണ്ടായത്. എന്താണ്? സാംക്രമയജ്ഞം മൂലം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരെയും നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവരെയൊക്കെ നമ്മുടെ ഈ കഥകൾ കേൾക്കാൻ വേണ്ടി ലൈവിൽ കൊണ്ടുവരണം കേട്ടോ. അവരൊക്കെ ഈ കഥകൾ കേൾക്കട്ടെ. മഹാഭാരതവും ഗീതയൊക്കെ കേൾക്കുന്ന ജന്മപുണ്യമാണ്. അതിന് നമ്മളൊരു കാരണമായാൽ നമുക്ക് 1000 നാമം ജപിക്കുന്നതിൻ്റെ ഫലം കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ആൾക്കാരെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം. നമ്മൾ അതിനു വേണ്ടി വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു 10 രൂപയുടെ എക്സ്പെൻസ് നമുക്കില്ല. നെറ്റ് റീചാർജ് ചെയ്താൽ മാത്രം മതി അല്ലേ? അപ്പം എന്ത് ചെയ്യുക? കുറേ ആൾക്കാരോട് പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കണേ എന്ന് പറയാം. ഈ പെന്തക്കോസ്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും നടന്ന് ദൈവത്തിൻ്റെ ഇത് സംസാരിക്കുന്നത്. അതൊരു പ്രചരണമാണ്, അതിലൊരു തെറ്റില്ല. കാരണം അവർ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലേക്ക്, ഈശ്വരൻ്റെ വഴികളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുകയാണ്. അതവർ ചെയ്തോട്ടെ, നമുക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷേ ലോകത്തെ നമ്മൾ, നമ്മുടെ കുടുംബ ബന്ധു മിത്രാദികൾ അയൽവക്കക്കാരെ എല്ലാം നമ്മൾ ഇതുപോലെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കും എത്ര പേരെ കൊണ്ടുവരുന്നു എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ട് ഭഗവാനിലേക്ക് അടുക്കണം. ആദ്യമൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. 10 ക്ലാസ് കേട്ട് കഴിയുമ്പോൾ അവരുടെ മനസ്സങ്ങ് മാറും, അവരും ജപിക്കാൻ തുടങ്ങും. ഓക്കെ, ഇന്ന് മുതൽ അത് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ദ്രൻ പറയാണ്, സുദേവന് സംക്രാമയജ്ഞം മൂലമാണ് ഈ നേട്ടം ഉണ്ടായതെന്ന് പറയും. സംക്രാമയജ്ഞം അതുകൊണ്ടാണ് സുദേവൻ ഈ ഒരു അനുഗ്രഹം കിട്ടിയത്. പടത്തലയ്ക്കൽ നിന്നിട്ട് നല്ല ശക്തിയായി പൊരുതുന്ന ഏതൊരു യോദ്ധാവായാലും ശരി, അവർ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉപരിലോകങ്ങളിൽ ഉയർന്ന ലോകങ്ങൾ അവർക്ക് ലഭിക്കുന്നു പറഞ്ഞു. എങ്ങനെ? സംക്രാമയജ്ഞം മൂലം അങ്ങനെയുള്ള ലോകങ്ങൾ ലഭിക്കുന്നു പറഞ്ഞു. യുദ്ധം തന്നെ ഒരു യജ്ഞമായിട്ട് നമ്മൾ കരുതണം. ഒരു യജ്ഞമായിട്ട് യുദ്ധത്തെ കരുതി യുദ്ധത്തിന്റെ അംഗങ്ങളും സാധനങ്ങളും ഒക്കെ ഒരു യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇടും അല്ലേ? അപ്പൊ അതേപോലെ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന യജ്ഞത്തിൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര എന്താ പറയാ, വലിയ വാള്, പരിച, ഇതൊക്കെ ഈ സംക്രാമ യജ്ഞത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ട് കരുതി പടത്തലയ്ക്കല് സ്വാമിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പൊരുതുന്ന വീരൻ, നമ്മുടെ ആ രാജാവിന് വേണ്ടിയല്ലേ പൊരുതുന്നത്, ആ വീരൻ പേടിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകാതിരിക്കാനാണെങ്കിൽ ഓടിപ്പോകാതിരുന്നു കഴിഞ്ഞാൽ അവന് മഹത്തായ ലോകങ്ങൾ ലഭിക്കുന്നു. അതായത് ഇവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ആ യുദ്ധം മാത്രം ചിന്തിക്കരുത്. ഇതിന്റെ അന്തരാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ഇതുപോലെ ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ ഇതിങ്ങനെ വായിച്ചു പോകും. പക്ഷെ ഓരോ വാക്കിലും അതിൻ്റെ അന്തരാർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചതിൻ്റെ അന്തരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ നിസ്സാരമാണ്. ആ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടാവും, ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, നഷ്ടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും, വേദനിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും, പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാവും.
ഇങ്ങനെ പല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിതമാകുന്ന യുദ്ധത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത് എന്നാണ് പറയുന്നത്. അതായത് ആരും ആത്മഹത്യ ചെയ്യരുത് എന്ന്. മനസ്സിലായില്ലേ? ഈ മഹാഭാരത കഥയിൽ അത് യുദ്ധം എന്ന് പറഞ്ഞാലും സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ അത് എന്താണ്? ജീവിതമാകുന്ന യുദ്ധം എന്നുള്ള അന്തരാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ദ്രനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, പടത്തലയ്ക്കൽ നിന്നുകൊണ്ട് യുദ്ധത്തിൽ പേടിച്ചോടാതെ ധാർമ്മികതയോടുകൂടി യുദ്ധം ചെയ്യുന്നവനാരോ അവന് സ്വർഗത്തേക്കാൾ വലിയ ഉപരിലോകങ്ങൾ ലഭിക്കുമെന്ന് പറയാം. അപ്പൊ നമ്മൾ എന്തു ചെയ്യണം? ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ ആത്മഹത്യയിൽ നമ്മൾ അഭയം പ്രാപിക്കരുത്. അങ്ങനെ അഭയം പ്രാപിച്ചാൽ നമ്മൾ ആത്മഹത്യ കൊണ്ട് രക്ഷപ്പെടില്ല ചെയ്യുന്നത്, നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ജീവിതത്തിലെ പല പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യണം. മനസ്സിലായില്ലേ? പല പ്രതിസന്ധികളുണ്ടാവും, സഹിക്കാൻ പറ്റാത്ത വേദനകളുണ്ടാവും. ചെയ്യാത്ത തെറ്റിന് തലകുനിച്ച് നിന്ന് തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റുകാരിയാണ് എന്ന് ലോകം മുഴുവൻ എന്താ പറയാ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യത്തിൽ പോലും നമ്മൾ എന്താവരുത്? തളർന്നു പോകരുത്. കാരണം എന്താ? പൊരുതണം ജീവിതത്തോട്. ജീവിതത്തിനോട് പൊരുതിയാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയൂ. പൊരുതിയില്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ കഴിയില്ല. നമുക്ക് ആത്മഹത്യ ചെയ്യാൻ എളുപ്പമാണ്, ഒളിച്ചോടാൻ എളുപ്പമാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ 999 സ്ഥലത്ത് തോറ്റോട്ടെ, അതൊരു വിഷയമേ അല്ല. ബാക്കി ഒരു സ്ഥലത്ത് നിങ്ങളെ ജയിപ്പിക്കാൻ സാക്ഷാൽ കൃഷ്ണൻ വരും. മനസ്സിലാവുന്നുണ്ടോ? സാക്ഷാൽ കൃഷ്ണൻ വരും. ധാരധാരയായിട്ട് കണ്ണുനീർ തുള്ളികൾ ഒഴുകിക്കോട്ടെ. നിങ്ങളിൽ പലരുടെയും തലയണ കണ്ണുനീര് കൊണ്ട് മുങ്ങിയതാണെന്ന് എനിക്കറിയാം. കാരണം ഞാനിവിടെ മഞ്ചരീസിലിരുന്ന് കേൾക്കുന്നത് മുഴുവൻ എനിക്കറിയാം. നിങ്ങളുടെ ഓരോ ഓഡിയോസിൽ നിന്നും നിങ്ങൾ കിടക്കുന്ന തലയണ കണ്ണുനീര് കൊണ്ട് മുങ്ങിയതാണെന്ന് എനിക്കറിയാം. പല ജെൻസിന്റെയും മനസ്സ് എന്താ പറയാ പുറമെ ചിരിച്ചുകൊണ്ട് ഉള്ളു പെടയുന്ന സാഹചര്യങ്ങൾ എനിക്കറിയാം. അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ നടുക്ക് കിടന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കുറെ ആണുങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അമ്മയോടും പറയാൻ പറ്റില്ല, ഭാര്യയോടും പറയാൻ പറ്റില്ല, രണ്ടുപേരും ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പോഴാണ് അവർ മദ്യത്തെ ആശ്രയിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആ മദ്യത്തെ ആശ്രയിക്കുന്നത് ശരിയല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി സ്ത്രീകളാണെങ്കിലോ സഹിച്ച് 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 ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന ബലൂൺ പോലെ നിൽക്കുന്ന സ്ത്രീകളുണ്ട്. ചില സമയത്ത് ഞാനൊന്ന് ഫോൺ എടുത്താൽ മതി, മതജി പറയൂ, പിന്നെ മറുതലയ്ക്കലൊരു കരച്ചില്ല. അത് കേൾക്കുമ്പോൾ ഞാനും കരയും. എനിക്ക് അവരുടെ മുഖം അറിയില്ല, പക്ഷെ ഞാനും കരയും. കാരണം സഹിക്കാൻ പറ്റില്ല. ഞാനും ഒരു സ്ത്രീയാണ്, എനിക്ക് അവരുടെ വേദന അറിയാം, അവരുടെ നെഞ്ചിലെ ആ ഒരു പൊരി എന്താന്ന് എനിക്കറിയാം. അപ്പൊ അവിടെ അങ്ങനെയുള്ള നമ്മളുടെ ജീവിതത്തിലേക്കാണ് ഭഗവാൻ യുദ്ധം എന്ന് പറയുന്ന വാക്കിലൂടെ പറഞ്ഞു തരുന്നത്. തളരരുത്. 999 വാതിലും നിന്റെ മുമ്പിൽ അടഞ്ഞോട്ടെ, അതിനേക്കാൾ വലിയ ശക്തമായ വാതിൽ ഞാൻ തുറന്നു തരുമെന്ന് പറയുന്നു. മനസ്സിലാവുന്നില്ലേ? നമുക്ക് ദാഹിക്കുമ്പോ കുടിക്കാൻ കിണർ വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം മതി, അല്ലേ? അപ്പൊ അതേപോലെ നമുക്ക് ജീവിക്കാൻ ഒരുപാടൊന്നും വേണ്ട, കുറച്ചു മതി. അത് നമ്മുടെ ഗുരുവായൂരപ്പൻ തരും. നിങ്ങളുടെ തലയണ നനയാത്ത, കണ്ണീര് കൊണ്ട് നനയാത്ത ഒരു ദിവസം ഭഗവാൻ നിങ്ങൾക്ക് തരും. എപ്പോഴോ രാത്രികളിൽ 1 2 മണിക്ക് ഏതോ രാത്രിയിൽ കരഞ്ഞ് തളർന്ന് കിടന്നുറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. കിടക്കാൻ ചെല്ലുന്നതേ ദുഃഖങ്ങളെല്ലാം ഒന്ന് കരഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് എന്നുള്ള നല്ല ബോധത്തോടെ ചെന്ന് കിടക്കുന്നവരുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവാണെങ്കിലോ കൂർക്കം വലിച്ച് തിരിഞ്ഞു കിടന്നുറങ്ങും. അങ്ങനെയുള്ള ഭാര്യമാർ ഇഷ്ടം പോലെയുണ്ട് മഞ്ചരീസിൽ. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഭയങ്കര കാറ്റു, ഒന്നേ ഉള്ളൂ, എന്തിനാ തളരുന്നത്? നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആര് മുറുകെ പിടിക്കും? കരഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം, പൊരുതാനുള്ളതാണ്, ശക്തമായി പോരാടാനുള്ളതാണ്, വളരെ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് പോകാനുള്ളതാണ്. നമ്മുടെ കണ്ണുനീരല്ല മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇല്ലല്ലേ മാതാജി, ഇത് ഞാൻ എൻ്റെ ഇവിടുത്തെ ചെന്നൈയിലെ വീട്ടിലെ ഫ്രണ്ടിലിരിക്കാം. നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് ആനന്ദിക്കുകയും നമ്മളെ തളർത്തുകയും ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, ഒത്തിരി പേരുണ്ടാവും. പക്ഷെ അതിലൊന്നും തളരാൻ പാടില്ല. അവർക്ക് തോന്നണം
ഇവള് ഭയങ്കര ബോൾഡാണ്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ അച്ഛനും മക്കളും കുടുംബത്തുള്ള മറ്റുള്ളവരും കൂടി ഒറ്റപ്പെടുത്തിയാൽ ആ സ്ത്രീ എന്ത് ചെയ്യും? അവർക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ആ പാഞ്ചാലിക്ക് തുണയായ കൃഷ്ണൻ നിങ്ങൾക്കും തുണയാണ്. പറ്റണം സന്ധ്യ മാതാജി, പറ്റിയേ പറ്റും, സാധിക്കും മാതാജിയെ കൊണ്ട്. മനസ്സിലായില്ലേ? ഒരിക്കലും തളർന്നു പോകരുത്. അങ്ങനെ തളരുമ്പോൾ ഓർക്കണം, അമ്പിളി മാതാജി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് തളരരുത് എന്ന്. നിങ്ങൾക്ക് എന്തോരം സങ്കടം ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് പറയാനുള്ളത് ഓഡിയോ ആയിട്ട് അങ്ങ് ഇട്ട് വെച്ചേക്ക്. മനസ്സിലുള്ളത് അങ്ങോട്ട് ആരോടും പറയാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ മഞ്ജരീസിന്റെ ഫോൺ എടുക്കുക. എന്നെ വിളിച്ചാൽ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും ചിന്തിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും ഞാൻ ആ ഓഡിയോ കാണും, ഞാനത് കേൾക്കും. ധൈര്യമായി ഓഡിയോ ഇട്ട് വെച്ചേക്ക്, പറഞ്ഞങ്ങോട്ട് തീർക്ക്. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കേട്ടോളാം. മനസ്സിലായില്ലേ? ബേബി അമ്മയുടെ മാലയും കമ്മലൊക്കെ എനിക്ക് കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒത്തിരി 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 സന്തോഷമായി. ഞാനത് FB-യിലൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ അയച്ച സാരിയും ഇന്ന് വൈകുന്നേരം ഞാൻ ആ ചക്കവറുത്തതൊക്കെ കഴിച്ചു. അമ്മ എനിക്കൊരു സാരി അയച്ചു തന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദി അമ്മ, ഹൃദയത്തിൽ തൊട്ട നന്ദി. ഓമനക്കുട്ടാ. പിന്നെ ആരാണ് ജീവിക്കണോ മരിക്കണോ എന്ന് പറഞ്ഞത്? ലതാ മാതാജി. ജീവിക്കണം, മാതാജിയെ കൊണ്ടേ ജീവിക്കാൻ പറ്റൂ. നന്നായിട്ട് പൊരുതുന്നവനെ ജീവിതത്തിൽ വിജയം കിട്ടൂ, പൊരുതാത്തവന് വിജയം കിട്ടില്ല. സാമ്പത്തിക പ്രയാസം ഉണ്ടായിക്കോട്ടെ, പല പല പ്രയാസം. ചില സമയങ്ങളിൽ സത്യം പറയാം, എനിക്ക് എൻ്റെ കയ്യിൽ പോലും ഒരു 100 രൂപ ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഹാപ്പിയാണ്. ഇല്ലെങ്കിൽ വേണ്ടെന്നേ, ഉള്ളതുപോലെ മുന്നോട്ട് പോവാം, അത്ര തന്നെ. ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണത്. ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാം. കുറച്ച് ഉണക്കമുളക് എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഇച്ചിരി പുളിയും ചാലിച്ച് വെളിച്ചെണ്ണയും കൂട്ടി മിക്സിയിൽ അങ്ങ് അടിച്ച് അതിൻ്റെ കൂട്ടത്തിലൊരു മാങ്ങച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ദിവസം കഴിയും. പിന്നെ ഞാൻ ആരെ പേടിക്കണം? എന്തിനു പേടിക്കണം? ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അത് പറയുമ്പോഴേ എൻ്റെ നാവുന്ന വെള്ളം വരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത്. നമുക്കല്ലാതെ ആരെ കൊണ്ട് ജീവിക്കാൻ പറ്റും? നമ്മുടെ കരച്ചിരി കാണാൻ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ മുമ്പിൽ നിവർന്ന് നിന്ന് ചിരിക്കണം. മനസ്സിലായില്ലേ? നിവർന്ന് നിന്ന് ചിരിച്ചു കാണിച്ചു കൊടുക്കണം. വസന്ത മാതാജിയും ജീവിക്കും. എൻ്റെ മഞ്ജരീസിലുള്ളവർ ഒരാളും തളരില്ല, ഒരാളും തളരില്ല. അങ്ങനെ തളർന്നു ഒട്ടും പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെന്നൈയിലെ വീട്ടിൻ്റെ ഡോറ് നിങ്ങളെ മുമ്പിൽ അടയില്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഒരു നേരത്തെ ചോറ് എനിക്ക് തരാൻ പറ്റും, വെറും വാക്കല്ല. ഒരു നേരത്തെ ചോറ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. ഒരു നിവർത്തിയില്ലെങ്കിൽ കേറിങ് പോരെ, അത്രയും ഞാൻ പറയും. പണത്തിൻ്റെ കാര്യം പറയല്ലേ, ഭ്രാന്ത് പിടിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. എല്ലാ സാഹചര്യങ്ങളും മാറും, എല്ലാ പ്രയാസങ്ങളും മാറും. മനസ്സിലായില്ലേ? ഇതൊക്കെ മാറുന്നേ. ഒന്നും വിഷമിക്കണ്ട, ഒന്നും ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. നമ്മളെവിടെയും തളരൂല. അതാണ് ഇവിടെ പറയുന്നത്, യുദ്ധത്തിൽ പേടിച്ചോടുന്നവൻ ആരായാലും അവൻ തളർന്നു പോയവനാണെന്ന്. അവൻ ഈശ്വരനും കൂട്ടുണ്ടാവില്ല, ഉപരിലോകങ്ങളും കിട്ടില്ല. അപ്പം അതേപോലെ യുദ്ധമാകുന്ന ജീവിതത്തിൽ തളർന്നു പോയാൽ ഈശ്വരനും കൂടെ നിൽക്കില്ല, ഉപരിലോകങ്ങളും കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധമാകുന്ന ജീവിതത്തിൽ നമ്മൾ പോരാടണം, പോരാടിയേ പറ്റൂ. ഓക്കെ? അങ്ങനെ പോരാടിക്കഴിഞ്ഞാൽ അവന് മഹത്തായ സ്വർഗലോകങ്ങൾ ലഭിക്കുന്ന പറയുന്നത്. എന്നിട്ട് പോരിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന യോദ്ധാവിന് സ്വർഗത്തിലെത്തുമ്പോൾ എല്ലാവിധ സൗഭാഗ്യവും ലഭിക്കും. അപ്പൊ പോരിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത്, പ്രതിസന്ധികൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവൂ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്പോൾ നമ്മളൊന്ന് ഊട്ടിയിൽ പോകാന്ന് കരുതാം. ഊട്ടിയിൽ പോകുമ്പോൾ നമുക്കറിയാം അവിടെ തണുപ്പാണെന്ന്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള പുതപ്പും കൊണ്ടേ നമ്മൾ പോവും, അല്ലാതെ സ്വെറ്ററൊക്കെ ആയിട്ടേ പോവും. ഊട്ടിയിൽ പോകുന്ന ആരെങ്കിലും സ്വെറ്റർ ഇല്ലാതെ പോവോ? ഇല്ല. അപ്പൊ അതേപോലെ നമ്മൾ നമ്മളെ പറഞ്ഞങ്ങ് പഠിപ്പിക്കുക. എൻ്റെ ജീവിതമാണ്, ജീവിതത്തില് ഓഹോ സേമിയപ്പമാണോ കൊതിപ്പിക്കാതെ മനുഷ്യ. അപ്പൊ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. വിജയലക്ഷ്മി മാതാജി എന്നങ്ങോട്ട് മനസ്സിനെ അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കുക. എൻ്റെ ഭാര്യ എനിക്ക് മനസമാധാനം തരൂല, എൻ്റെ ഭർത്താവ് എനിക്ക് സമാധാനം തരൂല, ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല എന്നങ്ങോട്ട് മനസ്സിനെ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചേക്ക്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവില്ല, ഞാൻ സ്നേഹിച്ചവരില്ല, എനിക്ക് കുട്ടിയില്ല. ഉള്ളവരെല്ലാവരും താൽക്കാലികമാണ്. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രം എന്നെ തേടി വരുന്നവരാണ്.
അവർക്കൊന്നും എന്നോടൊരു ആത്മാർത്ഥതയില്ല എന്നങ്ങ് മനസ്സിലങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയും നമ്മൾ തോൽക്കൂല, ഒരു സ്ഥലത്തും തോൽക്കില്ല. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ആപത്ത് സമയത്ത് നമുക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്. അങ്ങനെ നമ്മളങ്ങ് മനസ്സിനെ അങ്ങ് പറഞ്ഞങ്ങോട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയും തോൽക്കൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം യുദ്ധത്തിലുള്ള ധർമ്മങ്ങളെയും നീതികളെയും പറ്റി ഇന്ദ്രൻ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. എന്താ വിവരിച്ചു കൊടുക്കുന്നത്? ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ട് അവന്റെ വാക്കുകളെ പ്രശംസിച്ച് യോദ്ധാക്കൾക്കുള്ള ആത്മസിദ്ധിയുടെ മഹത്വം എന്താണെന്ന് അംബരീഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഭീഷ്മർ വീണ്ടും ഒരു ഇതിഹാസത്തെയാണ് നമ്മുടെ ധർമ്മപുത്രന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്നറിയോ പറഞ്ഞു കൊടുക്കുന്നത്? പണ്ട് മിഥിലാ ചക്രവർത്തിയായ ജനകനും, മിഥിലാപുരിയുടെ ചക്രവർത്തി ആരായിരുന്നു? ജനകൻ. ജനക മഹാരാജാവിന്റെ മകളല്ലേ നമ്മുടെ സീതാദേവി. അപ്പൊ മിഥിലാപുരിയുടെ ചക്രവർത്തിയായിരിക്കുന്ന ജനകനും പ്രദർത്തനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ആരൊക്കെയാണ്? മിഥിലാപുരിയുടെ ചക്രവർത്തിയായ ജനകനും പ്രദർത്തനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. എന്താണ്? ആ വലിയ ഭയങ്കരമായ യുദ്ധത്തില് കൂർത്ത നല്ല മൂർച്ചയുള്ള ശരങ്ങൾ കൊണ്ട് യുദ്ധത്തില് അങ്ങ് ജനകനും പ്രദർത്തനും തമ്മിൽ യുദ്ധം ചെയ്തപ്പോ നിൽക്കാൻ കഴിയാതെ, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് നമ്മുടെ ജനകന്റെ സൈന്യങ്ങളെല്ലാം പിന്തിരിഞ്ഞോടി. പ്രദർത്തനും ജനകനും തമ്മിലുള്ള യുദ്ധത്തിൽ കൂർത്തുമൂർത്ത ശരങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പം നമ്മുടെ ജനകന്റെ സൈന്യങ്ങളെല്ലാം അങ്ങ് പിന്തിരിഞ്ഞൊരൊറ്റ ഓട്ടം ഓടി. ചിന്നിച്ചെതറി ഓടുന്ന പേടിച്ച സൈന്യങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ദിവ്യ ശക്തി കൊണ്ട് സ്വർഗവും നരകവും ആര് കാണിച്ചു കൊടുത്തു? ജനകൻ കാണിച്ചു കൊടുത്തു. ജനകന്റെ ആ ഒരു, തീർച്ചയായിട്ടും വസന്ത മാതാജി, ജനകന്റെ ദിവ്യ ശക്തി കൊണ്ട് എന്താ ചെയ്തത്? അതെ, മാക്സിമം ഷെയർ ചെയ്യൂ. ജനകന്റെ ആ ഒരു ദിവ്യ ശക്തി കൊണ്ട് ഈ സൈന്യങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്തെന്ന്? സ്വർഗം, ഇതാണ് നരകമെന്ന് ജനകൻ പറഞ്ഞു കൊടുത്തു. പ്രദർത്തനും ജനകനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയിൽ പിന്തിരിച്ചോടുന്ന സൈന്യങ്ങളെ വിളിച്ചിട്ട്, ഭടന്മാരെ, ധൈര്യത്തോടും പൗരുഷത്തോടും കൂടി നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവർക്കുള്ളതാണ് എന്ത്? സ്വർഗം എന്ന് പറയുന്നത്. നല്ല ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ യുദ്ധം ചെയ്തിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് സ്വർഗം, അത് നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞു. അവിടെ ചെന്നാലുള്ള സൗഭാഗ്യം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കാണ്. ജനകന് നല്ല ദിവ്യശക്തിയാണ്, നിങ്ങൾ നോക്ക് അവിടെ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഓടിപ്പോകുന്ന ഭീരുക്കൾക്കാണ് ദേ അപ്പുറത്തുള്ള നരകം ഇരിക്കുന്നത്. അവിടെ പോയാലുള്ള ഭയാനകമായിരിക്കുന്ന അവസ്ഥ സാരില്ല, അതെന്തൊക്കെയാണെന്നും കൂടെ നിങ്ങൾ നോക്കിക്കാണൂ. പ്രീത മാതാജി ക്ലാസ് കഴിയുമ്പം ആദ്യത്തെ നമ്മുടെ ഈ ക്ലാസ്സിന്റെ തുടക്കം ഒന്ന് കാണൂ കേട്ടാ. അതാണ് നരകം. അപ്പൊ ആ നരകം എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിക്കാണണം എന്ന് പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞാലുള്ള പ്രയാസങ്ങളെയും കൂടെ നിങ്ങൾ നോക്കിക്കാണണം. എല്ലാവർക്കും മരണം ഉറപ്പാ. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് കാലമുള്ള ഈ ജീവിതത്തിൽ നാണം കെട്ട് പേടിച്ച് നരകത്തിൽ ഇങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ എന്തിനാണ്? നാണം കെട്ട് പേടിച്ചിട്ട് ഇങ്ങനെ ജീവിച്ച് നരകത്തില് എന്താ പറയാ ഭീരുക്കളായി ജീവിച്ച് നരകത്തില് പോകുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ യുദ്ധമാകുന്ന ജീവിതത്തില് പോരാടി ജയിച്ച് സ്വർഗത്തിൽ പോകുന്നത് അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നത് പേടിച്ചിട്ട്? പറയാനുള്ളത് മുഖത്ത് നോക്കി കൃത്യമായി പറയാം. പ്രശ്നം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശത്രുക്കളോട് നല്ലോണം യുദ്ധം ചെയ്തിട്ട് ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിക്കുക. മരണം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. വിജയിച്ചാൽ നിങ്ങൾക്ക് എന്താണ്? സ്വർഗമാണ്. മരിച്ചാൽ എന്താണ്? ഒന്നുമില്ല. അപ്പൊ നല്ലോണം പോരാടിയിട്ട് വേണം നമ്മൾ മരിക്കാൻ. അല്ലാണ്ട് നടുവിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല ശ്രേയസ്കരമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നു പറഞ്ഞു. ജനകൻ പറഞ്ഞത് കേട്ടപ്പോ നല്ല സന്തോഷത്തോടെ, എന്താ പറയുക, കുഴപ്പമില്ലേ മാതാജി, നല്ല സന്തോഷത്തോടെ ഉത്തേജിതരായി തീർന്ന സൈന്യങ്ങൾ, നല്ല ശക്തി മനോബലം കിട്ടിയ സൈന്യങ്ങൾ എന്ത് ചെയ്തു? നല്ല പൗരുഷത്തോടു കൂടി യുദ്ധം ചെയ്യാൻ തുടങ്ങി പ്രദർത്തനോട്. അല്ലെങ്കിൽ അവർ പാതി വഴിയിൽ ഓടിപ്പോവുമായിരുന്നു. പ്രദർത്തനോട് യുദ്ധം ചെയ്ത് പ്രദർത്തന്റെ സൈന്യങ്ങളെല്ലാം അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞു. ധീരരും ശൂരരുമായിട്ടുള്ളവർക്കാണ് ഊർധ്വലോകങ്ങൾ. ഊർധ്വലോകങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്കാൾ വലിയ ഉപരിലോകങ്ങൾ. അത്
നല്ല യുദ്ധം ചെയ്യാനും കാര്യപ്രാപ്തിയുമുള്ള ശക്തിയുള്ള വ്യക്തികൾക്കുള്ളതാണ്. നമ്മൾ പറയും നമുക്ക് ഗോലോകത്ത് പോകണം, ബ്രഹ്മലോകത്ത് പോകണം, കൈലാസത്തിൽ പോകണം, ദുർഗാലോകത്ത് പോകണം, മറ്റേ ബ്രഹ്മജ്യോതിയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. ആ പോകണമെങ്കിൽ നമ്മൾ വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്താലൊന്നും പോകാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ പോരാടിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് പോകാൻ കഴിയില്ല. നല്ല പേടിച്ച് നമ്മളെ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി ആത്മഹത്യയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവരുടെ അധോഗതിയാണ് അവർക്ക് ഫലം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വളരെ അധോഗതിയാണ് അവർക്ക് കിട്ടാൻ പോകുന്ന ഫലം. ഒന്നും കിട്ടില്ല, ലൈഫ് പോയി പോകും. അതുകൊണ്ട് ശൂരൻ ബഹുമാനത്തിന് അർഹനാണെന്നാണ് പറയുന്നത്. നല്ല ശക്തിയോടുകൂടി ജീവിതത്തെ പോരാടുന്നവൻ ബഹുമാനം കിട്ടും. അവന് ഉറപ്പായിട്ടും ബഹുമാനം കിട്ടും. ഭഗവാന്റെ വാക്കുകൾ തെറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പോരാട്, ഒരിക്കലും തളർന്നു പോകാതെ പോരാട്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പറയുന്നത്? അതുകൊണ്ട് ശൂരൻ ബഹുമാനത്തിന് അർഹനാണ്. ശൗര്യത്തെക്കാൾ മീതയായി 3 ലോകങ്ങളും ഒന്നുമില്ല എന്നാ പറയുന്നത്. ശൗര്യത്തെക്കാൾ, അതായത് നല്ല ചങ്കൂറ്റത്തെക്കാൾ, തൻ്റെ ഇടത്തത്തേക്കാൾ വലുതായിട്ട് 3 ലോകങ്ങളിലും അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ലാന്ന്. അപ്പൊ ഇതുവരെ തൊട്ടാവാടികളായിരുന്ന ആണും പെണ്ണും എന്ത് ചെയ്യണം? ധാർമ്മികമായിട്ട് നല്ല ശൗര്യത്തോടു കൂടി പറയേണ്ട കാര്യം പറഞ്ഞ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാ. പേടിച്ച് ഒന്ന് തൊട്ടാൽ ഊന്നും പറയുന്ന കരഞ്ഞുന്ന ആൾക്കാർ വേണ്ട. കൃത്യമായി ആലോചിച്ചിട്ട് വേണം ഓരോ കാലും മുന്നോട്ടെടുത്ത് വെക്കാൻ. ആലോചിച്ച് ചിന്തിച്ച് ഓരോ കാലും മുന്നോട്ടെടുത്ത് വെച്ച് ജീവിതത്തെ നല്ല ബോൾഡായിട്ട് കാണാൻ ശ്രമിക്കാം. മനസ്സിലായില്ലേ? നമ്മുടെ മക്കളും മരുമക്കളും ഭർത്താവും നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ നമ്മൾ അപമാനിക്കും, ഇട്ടേച്ചും പോവും, നോക്കാതിരിക്കും. നമ്മളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, എന്തെല്ലാം ചെയ്തിട്ടും എന്ത് ചെയ്തു, എന്ത് തേങ്ങ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കും, ഒറ്റപ്പെടുത്തും, പലതും ചെയ്യും. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നടേ എന്ന് പറയണം. ഇതല്ല, ഇതിന്റെ അപ്പുറത്തും ഞാൻ പ്രതീക്ഷിച്ചു, ഇത്രയല്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നങ്ങ് ചോദിക്കണം. ആ രീതിയിൽ നമ്മൾ എന്ത് പറയണം? മനസ്സിലായില്ല? ആ രീതിയിൽ നമ്മൾ അങ്ങ് പിടിച്ചു നിൽക്കണം. ഓ, ഞാൻ കരുതി നീ ഇതിന്റെ അപ്പുറത്തായിരിക്കും പറയാ, നീ നിന്നെക്കൊണ്ട് ഇത്രേ പറയാൻ സാധിക്കല്ലേ? അത് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ വായെന്ന് കേട്ടാലും, എൻ്റെ മോൾ എന്നോട് ഇത് കാണിച്ചില്ലേ, എൻ്റെ മോൻ എന്നോട് ഇത് പറഞ്ഞില്ലേ, എന്നെ വിട്ട് ഇറങ്ങിപ്പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് കരഞ്ഞോണ്ടിരിക്കല്ലേ ചെയ്യേണ്ടത്. ഓ, നിന്നെ കൊണ്ട് ഇത്രേ പറയാൻ സാധിച്ചുള്ളൂ അല്ലേ, ഞാൻ ഇതിലും കൂടുതൽ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയണം. നമ്മുടെ സങ്കടം നമ്മുടെ ഉള്ളില്, അത് നമുക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പനോട് പറയാം. മനസ്സിലായില്ലേ? അദ്ദേഹം അത് കേൾക്കും ചെയ്യും, ഉറപ്പായിട്ടും കേൾക്കും. ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും. രമണം പ്രഭു, ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവും, അവന് തോൽവി ഉണ്ടാവില്ല. പണം കൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ കഴിയരുത് ഒരു വ്യക്തികൾക്കും. കാരണം എന്താ അറിയോ? നമ്മുടെ മുമ്പിൽ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റാ. നമുക്കതിൽ ഒരാസക്തിയും ഇല്ല. പണവും സൗകര്യവും ഒന്നും കാണിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾ കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. സങ്കടം വേണ്ട, എന്തിനു സങ്കടപ്പെടണം? വിട്ടിട്ട് പോണവരങ്ങോട്ട് വിട്ടിട്ട് പോട്ടേന്നേ. നമ്മുടെ വാല്യൂ, നമ്മുടെ വലിപ്പം മനസ്സിലാക്കാത്തവർ വിട്ടിട്ട് പോകണേ, വിട്ടിട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. അത് മക്കളായാലും ശരി, ഭർത്താവായാലും ശരി, ആരായാലും ശരി. പോണൊരു പോട്ടെ. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും? ഇപ്പം ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാ. ആരാ ഈ ഭൂമിയിൽ മരിക്കാതെ ജീവിക്കാൻ പോണത്? എല്ലാവരും മരിക്കും. ആ ജീവിതയാത്രയിൽ കാണിക്കുന്നവർ കാണിക്കട്ട്, പറയുന്നവർ പറയട്ട്. ഇതിന്റെ പിന്നാലെ ഒന്നും നമ്മൾ പോകരുത്. നമ്മുടെ ലക്ഷ്യം മുന്നോട്ടാണ്. അതിന്റെ മുമ്പില് ഒരാൾക്കും നമ്മളെ തളർത്താൻ പറ്റില്ല. മാനസികമായിട്ടും പറ്റൂല, ശാരീരികമായിട്ടും പറ്റില്ല. ഇന്ത്യയുടെ ബോർഡറിൽ യുദ്ധം നടക്കുമ്പോൾ അയ്യോ മരിച്ചു പോകുമെന്ന് ഓർത്തുകൊണ്ട് ഒരു പട്ടാളക്കാരനും റൂമിൽ തന്നെ ഇരുന്ന ചരിത്രമില്ല. അവരിറങ്ങിപ്പോയി യുദ്ധം ചെയ്യും. ആ ധീരതയാണ് നമുക്ക് നമ്മുടെ കുടുംബജീവിതം നയിക്കാൻ വേണ്ടത്. ബോർഡറിനേക്കാളും വലിയ യുദ്ധമാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത്. മനസ്സിലായി? ആ യുദ്ധത്തിൽ നമ്മൾ പോരാടുക ചെയ്യണം. അത് തെറിവാക്ക് പറഞ്ഞിട്ടല്ല, ക്ഷമയോടെ പോരാടണം. പട്ടാളക്കാരന്റെ കയ്യിലുള്ള ആയുധമാണ് നമ്മൾ കുടുംബത്തിൽ നമ്മൾ കാണിക്കുന്ന ക്ഷമ. നമ്മുടെ ആയുധം ക്ഷമയാണ്. മനസ്സിലായില്ല? ആ ക്ഷമ അങ്ങ് എടുത്തിടണം. നമ്മളങ്ങ് എടുത്തിടണം. എന്ത് പറഞ്ഞാലും നിന്റെ വായയിൽ നിന്ന് വരുന്ന ഒരറക്കുന്ന വാക്കുകൾക്കും എന്നെ തളർത്താൻ പറ്റില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. കയ്യും കെട്ടി നോക്കി നിൽക്കണം. കുടിച്ച് 4 കാലിൽ പാട്ടും പാടി വരുന്നവനാണെങ്കിൽ 10 ദിവസം പറഞ്ഞു കൊടുക്കണം കുടിക്കരുത്. 11 ഓ താങ്കൾ കുടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. താങ്കൾ ഇനി എന്ത് വലിയ പ്രഹസനം നടത്തിയാലും ശരി, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല മോനെ എന്നും പറഞ്ഞങ്ങോട്ട് നിൽക്കണം. അതുപോലെ അങ്ങോട്ട് നിൽക്കണം. നമുക്ക് സങ്കടം ഉണ്ടാവും, ഇല്ല എന്നല്ല.
ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സാമ്പത്തികം ഇല്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് മാന്യമായ തൊഴിൽ ചെയ്തും നമുക്ക് ജീവിക്കാൻ പറ്റും, ഒരു കുഴപ്പവും ഇല്ല. ജീവിക്കന്നെ, ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന്റെ കൂടെ ഈശ്വരൻ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ധാർമ്മികമായി എന്ത് ജോലി ചെയ്യുന്നവന്റെ കൂടെയും ഈശ്വരൻ ഉണ്ടാവും. നമ്മുടെ മഞ്ചരീസിൽ വീട്ടില് വേലക്കാരനായിട്ട് ജോലി ചെയ്യുന്ന ഒരു മാതാജി ആണെങ്കിലും ശരി, കോടതിയിൽ ജഡ്ജി ആയിരിക്കുന്ന ഒരു മാതാജി ആയാലും ശരി, എനിക്ക് ഒരുപോലെയാ. കാരണം അവർ ജീവിക്കാൻ മുന്നോട്ടിറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണ്. അവരെ കൂടെ ഈശ്വരനുണ്ടാവും, ഒരിക്കലും തളരില്ല. എന്ത് ജോലിയും നമ്മളുടെ എന്താ പറയാ ദുരഭിമാനം കളഞ്ഞിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാം. ജോലി ചെയ്ത് കിട്ടുന്നതിൽ ഒരു 10 രൂപയാണെങ്കിൽ അതിൽ സന്തോഷത്തോടെ ഓരോ രൂപയും കണക്കുകൾ വെച്ച് ആവശ്യമുള്ളത് മാത്രം വാങ്ങി നാവിന്റെ രുചിയെ കൺട്രോൾ ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ തോൽപ്പിച്ചവർക്ക് മുമ്പിൽ ജീവിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതാണ് ജീവിതം. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതമല്ല. അങ്ങനെ ജീവിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ ജീവിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും അത് വേസ്റ്റ് ജന്മമാണ്. അങ്ങനെ വേസ്റ്റ് ജന്മമായിട്ട് നമ്മൾ ജീവിക്കണ്ട. നമ്മളെ ഇന്ന് തളർത്തിയവൻ നാളെ നമ്മളെ അഭിമാനത്തോടു കൂടി നമ്മുടെ മുഖത്തോട്ട് അവൻ നേരെ നോക്കാൻ മടിക്കണം. ഞാനിതൊക്കെ പറഞ്ഞു പോയില്ലേ എന്നുള്ളൊരു എന്താ പറയാ ഒരു വേദന അവന്റെ ഉള്ളിൽ ഉണ്ടാവണം. ആ രീതിയിൽ നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം. മനസ്സിലായോ? അപ്പോ ജയിക്കുന്ന രാജാക്കന്മാർ എങ്ങനെയാണ് യുദ്ധക്കളത്തിലേക്ക് സൈന്യങ്ങളെ കൊണ്ടുവരേണ്ടത്? ധർമ്മപുത്രന്റെ അടുത്ത ചോദ്യമാണ്. ജയിക്കുന്ന എന്താ പറയുന്ന ജയാർത്ഥികളായിരിക്കുന്ന രാജാക്കന്മാർ, ജയം ആഗ്രഹിക്കുന്ന രാജാക്കന്മാർ, ഇവരെങ്ങനെയാണ് സൈന്യങ്ങളെ കൊണ്ടുവരേണ്ടത്? അപ്പോ അതിന് തക്കതായ മറുപടിയാണ് ഭീഷ്മപിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? ശാസ്ത്രീയവും ധാർമ്മികവുമായ നിലയിലേ യുദ്ധത്തിനൊരുങ്ങാവൂ. ഇതാണ് നമ്മുടെ ജീവിതത്തെ പറ്റി ഞാൻ പറഞ്ഞത്. ശാസ്ത്രീയമായിരിക്കുന്ന ധാർമ്മികപരമായ രീതിയിലെ യുദ്ധത്തിനൊരുങ്ങാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാർമ്മികപരമായിട്ടേ മുന്നോട്ട് പോകാൻ പാടൂ. പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകരുത്. നമ്മളുടെ കൈകളിൽ വരേണ്ട ഓരോ രൂപയും ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ നമ്മുടെ കൈകളിലേക്ക് വരണോ വേണ്ടേ എന്ന് മുന്നേ എഴുതപ്പെട്ടതാണ്. മനസ്സിലാവുന്നില്ലേ? മുന്നേ എഴുതപ്പെട്ടതാണ്. ഈ രൂപ ഇവന്റെ കയ്യിൽ വരണം, ഈ അന്നം ഇവന്റെ കയ്യിൽ വരണമെന്ന്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട കാര്യമില്ല. വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വരും. ഓക്കെ, അതിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പൊ നമ്മൾ ധാർമ്മികത ജീവിതത്തിൽ കൈവിടരുത്. നല്ല ധർമ്മത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവാം. ഇവിടെ അതാ പറയുന്നത്. എന്താ പറയുന്നത്? ശാസ്ത്രീയവും ധാർമ്മികപരവുമായ നിലയിലെ യുദ്ധത്തിനൊരുങ്ങാവൂ. അതായത് ശാസ്ത്രീയമായിട്ട് ധാർമ്മികപരമായ രീതിയിലെ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കാൻ പറ്റൂ എന്നാ പറയുന്നത്. ഇവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ ആ യുദ്ധം നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, അതേ സമയത്ത് അശാസ്ത്രീയങ്ങളും അതായത് ശാസ്ത്രീയമല്ലാത്ത കപടങ്ങളുമായിരിക്കുന്ന എല്ലാ യുദ്ധമുറകളും അറിഞ്ഞിരിക്കണം. അതായത് ജീവിതത്തിൽ നമ്മൾ നേരെ വാന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഏത് സൈഡിൽ നിന്നും ചതി പറ്റാമെന്ന ഉത്തമ ബോധ്യം നമ്മൾക്ക് വേണം. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പമാണെങ്കിലും എൻ്റെ കുടുംബത്തുള്ളവർ എനിക്ക് ഏത് നിമിഷവും ശത്രുക്കളായി മാറാം എന്നുള്ള ഒരു ഉത്തമ ബോധം നമ്മൾക്കുള്ളിൽ വേണം. അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം മക്കളാണെങ്കിലും ശരി, നമുക്ക് ജന്മം നൽകിയവരാണെങ്കിലും ശരി, നമ്മുടെ ഒപ്പം പിറന്നവരാണെങ്കിലും ശരി, നമ്മുടെ ജീവിത പങ്കാളിയാണെങ്കിലും ശരി, ഏത് നിമിഷവും നമ്മളെ ചീറ്റ് ചെയ്യും. നമ്മൾക്കെതിരെ ആ നാവ് പൊങ്ങും എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കണം. മനസ്സിലായില്ലേ? ശത്രുക്കളുടെ കപടതന്ത്രങ്ങൾ അറിയാൻ അത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. യുദ്ധം നടത്തുമ്പോൾ ശത്രുക്കൾ ചിരിച്ചു കാണിച്ചിട്ട് പിന്നെന്ന് കുത്തും. അതേപോലെ നമ്മുടെ ബന്ധുമിത്രാദികൾ ഒരു അവസരം കിട്ടിയാൽ നമുക്കിട്ട് പണിയുമെന്ന നല്ല ബോധം നമുക്ക് വേണം. നമ്മുടെ നെയ്ബേഴ്സ് ആയാലും ശരി, നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിലും ശരി, നമ്മൾക്കിട്ട് താങ്ങേണ്ട സമയം അവസരം ഒത്തു വന്നാൽ അവർ താങ്ങിയിരിക്കും എന്ന ബോധം നമ്മൾക്കുള്ളിൽ വേണം. ആ ബോധം വെച്ചുകൊണ്ട് വേണം നമ്മൾ ആരോടും ഇടപെടാൻ വേണ്ടിയിട്ട്. എല്ലാ കാപഢ്യങ്ങളും അറിയുന്ന ഒരാൾക്ക് മാത്രമേ ശത്രുക്കളുടെ ചതിപ്രയോഗങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിവിധി ചെയ്യുവാൻ സാധിക്കൂ. മനസ്സിലായില്ലേ? എല്ലാ കാപഢ്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കള്ളനായതുകൊണ്ടോ കള്ളത്തി ആയതുകൊണ്ടോ അല്ല. ഈ രീതിയിലെല്ലാം നമുക്കിട്ട് മറ്റുള്ളവർ താങ്ങുമെന്ന ബോധം നമുക്ക് വേണം. എന്നാൽ മാത്രമേ ശത്രുക്കളുടെ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് പൊരുതാൻ പറ്റൂ. ഇല്ലേ? പൊരുതാൻ പറ്റൂല. അല്ലെ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും. മനസ്സിലായില്ലേ? പാല് വാങ്ങുമ്പോൾ പാല് നല്ല വെളുത്തിരിക്കും. നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്താണ്? അഥവാ പാല് നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പിരിച്ച് നമുക്ക് തൈരാക്കാമെന്ന്. അല്ലേ?
ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ചോറ് അങ്ങോട്ട് തിളച്ച് പൊങ്ങി, കുക്കറിലൊക്കെ ഇട്ട് ചോറടിക്കുന്നവരുണ്ട്, അപ്പോൾ അവർക്ക് അങ്ങോട്ട് തിളച്ച് പൊങ്ങി ചോറൊന്നും, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു ടിപ്പാണ്. അപ്പോൾ ആ ചോറ് തിളച്ച് പൊങ്ങി പുറത്തേക്ക് പോകാതിരിക്കാൻ ചോറിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ കുക്കർ ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, അരി ഇട്ട് കഴിഞ്ഞാൽ കുക്കർ അങ്ങോട്ടേക്ക് ചോറ് പുറത്തേക്ക് പോകണു, എനിക്ക് കുക്കർ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറയാണ്, വേണ്ട, ആ ചോറിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, അരി ഇട്ടല്ല, അപ്പോൾ ചോറ് അങ്ങോട്ട് പൊങ്ങിപ്പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ നമ്മൾ ഓരോന്നിനും ഓരോ ടിപ്സ് അറിഞ്ഞിരിക്കണം. ഇനി അഥവാ നമ്മൾ എന്താ പറയുക, കറിയിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ചപ്പാത്തിയുടെ ഒരു ഉണ്ട പോലെ ഉണ്ടാക്കി ആ കറിയിലോട്ട് അങ്ങിട്ട് വെക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് പുളിവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഉപ്പ് മധുരം ഇട്ട് കൊടുക്കുക. അങ്ങനെ പല പല ടിപ്സ് ഉണ്ട്. അപ്പം അതേപോലെ നമ്മൾ ജീവിതത്തിലും പല പല ടിപ്സ് കണ്ടെത്തണം. എന്താണ്, നല്ലതും ചീത്തയുമായിരിക്കുന്ന വശങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്താവില്ല, തോറ്റുപോവില്ല ജീവിതത്തിൽ. ഓക്കെ, യുദ്ധത്തിന് മുമ്പ് തന്നെ എല്ലാ പദാർത്ഥങ്ങളും ഉപകരണങ്ങളും ആയുധങ്ങളും ശേഖരിച്ചിരിക്കണം. ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ജീവിതം ഒരു യുദ്ധമാണ്. അപ്പോൾ യുദ്ധത്തിൽ പദാർത്ഥങ്ങളും ആയുധങ്ങളും ശേഖരിച്ചിരിക്കണം എന്ന് പറയുന്നത് പോലെ ജീവിതമാണ്, അയ്യോ എൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ് എന്ന് തോന്നിക്കൊണ്ട് സകലതും എടുത്തടിച്ച് അവർക്ക് അങ്ങോട്ട് പ്രയോഗിക്കരുത്. ഒരു 10 രൂപ സ്വന്തം ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കുക, നല്ലതാ, വളരെ നല്ലതാ. വെറും ഒരു 10 രൂപ മാറ്റിവെക്കുക. ഞാൻ മാസം 824 രൂപ ഞാൻ മാറ്റിവെക്കാറുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഒരു പെൻഷൻ പ്ലാനാണ്, വർഷങ്ങളായിട്ട് ഞാൻ മാറ്റിവെക്കാറുണ്ട്. വെറും 824 രൂപ എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാറുണ്ട്. കാരണം എന്താ അറിയോ, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാസം 5000 രൂപ എനിക്ക് പെൻഷൻ കിട്ടും. അത് മതി എനിക്ക് ജീവിക്കാൻ, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സ്കീം ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ലക്ഷങ്ങളും കോടികളും 10,000 ഒന്നും നമ്മൾ മാറ്റിവെക്കേണ്ട, ഒരു 824 രൂപ. അങ്ങനെയുള്ള സ്കീമുകൾ പലതുണ്ട്, അതങ്ങോട്ട് മാറ്റിവെക്കുക. ഒരാളെ മുന്നിലും തലകുനിക്കേണ്ട. വാർദ്ധക്യ പെൻഷൻ ഒരു 1000 വരും, മാസം IOB ബാങ്കിൽ നിന്ന് ഒരു 5000 വരും. 6000 രൂപയുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ജീവിക്കാം. എൻ്റെ മകൻ്റെ കാലും പിടിക്കേണ്ട, ഭർത്താവിൻ്റെ കാലും പിടിക്കേണ്ട, എൻ്റെ അച്ഛനും അമ്മയും ആ സമയത്ത് ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. ഒരു സ്വത്ത് തർക്കവും വേണ്ട, ഒന്നും വേണ്ട. എവിടെയെങ്കിലും ഒന്ന് മഞ്ചരീസിനൊരു അഗതി മന്ദിരം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആയാലും എനിക്ക് ഇരിക്കാം, അല്ലേ? ആരും നമ്മളെ നോക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട, മനസ്സിലായില്ലേ? ഒരു പ്രതീക്ഷയും വേണ്ട, ആരും നോക്കൂല നമ്മളെ. ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോവും വേണ്ട, മനസ്സിലാവണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ശേഖരിച്ച് വെക്കണം എന്നാണ് പറയുന്നത്. ஓஹோ, இன்னைக்கு மேலே போயிட்டீங்களா? அதான் யோசிச்சிங்க, யாரையும் காணா, எங்க போயிருச்சுன்னு. அப்படியா? இல்லை, எனக்கு அந்த கஷ்டம் இல்லை, இல்லை, எனக்கு இங்கே காத்து வருது. ஆமா ஆமா, இல்ல பேசாம நம்ம அங்கேயும் தொங்க வச்சுக்கலாம் ஒரு செடி. ஆமா, வர மாட்டேங்குது. ஆமா, അത് ഞങ്ങളുടെ ഇവിടെയുള്ള ഡയറക്റ്റുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ആമാ, ഇതാണ് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ്. കണ്ടോ, കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ മീറ്റിംഗ് കൂടും രാത്രി ആയി കഴിഞ്ഞാൽ, ഫുൾ മീറ്റിംഗ് ആണ് ഇവിടെ. അപ്പൊ ഞാൻ யோசிச்சேன், இங்க யாரையும் காணா, எங்க போயிருச்சு. நல்ல காத்து வரும் அங்க மேல. எனக்கும் இங்க செம்ம காத்தடிக்குது. ஆமா, நான் இப்போ ஒரு 1 hourல ஃப்ரீ ஆயிடும், நம்ம மீட்டிங் போடலாம். இதோ இது இருக்கு, ஸ்டாண்டிங் ஃபேன் கொஞ்சம் சவுண்டா இருக்கு. வருமே, போதுமே, பாருங்க, நல்ல காத்து வரும் இந்த சின்ன ஃபேன்ல, செமையா இருக்கும். நம்ம சார்ஜ் போட்டு யூஸ் பண்ணிக்கலாம். இது இப்போ சார்ஜ் கம்மி, அதனால தான் நான் சார்ஜ் போடல. சூப்பரா காத்து வரும். இது என்ன ரேட் வரும்? ஒரு 1000 கிட்ட வரும் ஆன்லைன்ல. நல்லா இருக்கு. இதோட கம்மி கூட இருக்கு, 600 700 எல்லாம் இருக்கும். சார்ஜ் போட்டா நம்ம எங்க வேணாலும் யூஸ் பண்ணிக்கலாம். ஆன்லைன்ல சார்ஜ் போட்டா எங்க வேணாலும் யூஸ் பண்ணிக்கலாம். பஜாஜோடது. ஷூட்டுக்கு போகும்போது ஒரு இடத்துல இது யூஸ் பண்ணிக்கலாம் நம்ம. ஆமா, அதேதான். இல்லையே, சார்ஜ் பண்ணி எடுத்துட்டு போலாமே. அது 1.5 hour 2 hour இருக்கும்.
3 ஸ்டெப்ஸ் இருக்கு. கொஞ்சம் 1 2 3ன்றது 3ல போட்டால் கொஞ்சம் டவுனாக இறங்கிடும். 1 2 வரனா கொஞ்சம் நல்லா இது பண்ணி. அதான் யோசிச்சு 3 பேரையும் காணா எங்கே போச்சு என்கிட்ட சொல்லலாம். 8:30க்கு போனோம். 8:30 மணிக்கு போயிட்டீங்களா? 8:30 மணிக்கே நான் கிளாஸ் ஸ்டார்ட் பண்ணிட்டேன். 8:40 குளிச்சுட்டு இருந்தேன். அப்படியா? சரி சரி. ஓ சரி, நான் ஒரு 1 ஹவரில் ஃப்ரீயாக வந்துட்டு வேற ஒரு விஷயம் சொல்லணும். நான் ஒரு வாரமாக மீட்டிங் போடல. முடிஞ்சிருச்சு. இல்லை இருக்கு. ஆமாம் பண்ணிட்டேன் கொஞ்சமா. இன்னும் கொஞ்சம் கட் பண்ணா பாய் கட்டு நல்லது. ஆமா ஆமா ஆமா, திருப்பதி போனா மொட்டை அடிச்சுக்கலாம். சும்மா சொன்னேன். சரி, கிளாஸ் முடிச்சுட்டு ஒரு 1 ஹவர்ல வந்துடுறேன். சரி ஓகே. மாவு அரைக்க போறியா? தோசை மாவு இல்லை அப்படியா? நான் நேற்று ஒரு இது வாங்கினேன், அந்த தோசைக்கு சாப்பிட்ன அந்த இருக்குல்ல சட்னி பவுடரு. ஓ சாம, அந்த இது பூண்டெல்லாம் இல்லாத ஒரு சட்னி, கொஞ்சம் காரமா, இஞ்சி எல்லாம் இல்லை அதில். மிளகு எடுத்து விடு. உளுந்த மாதிரி இருக்கலாம் அது. பொடி கிடையாது, கொஞ்சம் இதெல்லாம் இருக்கு அதுல. செம்ம டேஸ்ட். பவுடர் அதேதான். ஆனா கலர் வேற மாதிரி, ரெட் கலரா இருக்கும். கொஞ்சம் சில்லி அதிகமா சில்லி போட்டிருக்காங்க. சூப்பர். அதேதான் சூப்பரா இருக்கு. நான் கிளாஸ் முடிச்சுட்டு எடுத்துட்டு வந்துடுறேன். ஆமா, வித்தியாசமா எதோ வச்சிருக்கேன் அந்த கடையில. கிளாஸ் முடிச்சுட்டு நான் காமிக்கிறேன். ബൈ. ഹരേ കൃഷ്ണ. അത് ഞങ്ങൾ ഇവിടുത്തെ മീറ്റിംഗ് ടീമാണ്, ഓടിച്ചു വിടുമെന്ന്. അതും ഒരു രസം ജീവിതത്തിൽ അല്ലേ? നെയ്ബേഴ്സ് ഞങ്ങൾ 4 പേരാണ് ഈ ഫ്ലോറിൽ താമസിക്കുന്നത്. വളരെ മനോഹരമാണ്. നാട്ടുവിശേഷങ്ങളും കഥകളും അതും ഒക്കെ ഒരു സന്തോഷം. എല്ലാവരും വരും, ഓൾവേസ് വെൽക്കം. ഞങ്ങളുടെ കൂടെ മീറ്റിംഗ് കൂടാം രാത്രിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ വലിയ സംഭവ ബഹുലമായിട്ടൊന്നും വേണ്ട. അതെ, അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് മറന്നത്. ചില സമയത്തെ 1:30 മണി വരെയൊക്കെ ഞങ്ങൾ 4 പേരും ഇവിടെ ഇരുന്ന് കഥ പറയും. രാത്രി രാവിലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും എണീറ്റ് വന്നിരുന്ന് കഥ പറഞ്ഞിട്ട് അവിടെയൊക്കെ ചോദിക്കും അവരെ ഹസ്ബൻഡ്സൊക്കെ, എന്താ ഇനി മാത്രം നിങ്ങൾക്ക് ഈ പറയാനുള്ളത്? ഭക്ഷണം കൊടുക്കാൻ മാത്രം ഓടും, പിന്നെയും തിരിച്ചു വരും, പിന്നെയും തിരിച്ചു വരും. കറിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ലൈഫ്. നല്ല പീസ്ഫുൾ ആയിരിക്കുന്ന സമാധാനമുള്ള ഒരു ടൈം. അപ്പോൾ പിന്നെന്താ പറയണത്, ശത്രുക്കളുടെ കാപഢ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്താ പറയുന്നത് പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ പോകുന്ന വഴിയിൽ അവർ നമ്മളെ എപ്പോൾ വേണേലും ചതിക്കുമെന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചാൽ മതി. പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. ചതി നമുക്ക് എപ്പോഴും പറ്റും, അതങ്ങ് മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും തോറ്റു പോവില്ല. ഓക്കെ, പിന്നെന്താ പറയുന്നത്, യുദ്ധത്തിന് സൈന്യങ്ങളെ നയിക്കുന്ന മാർഗങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം. നമ്മളിപ്പം നമ്മുടെ ലൈഫ് ഒരു മുന്നോട്ടെടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മക്കളായാലും ശരി, നമ്മുടെ ഭർത്താക്കന്മാരായാലും ശരി, അവരെ നമ്മളൊരു വഴിയിലേക്ക് വിടുമ്പോൾ ആ വഴികളിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. സൈന്യങ്ങളെ എങ്ങനെയാണോ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതേപോലെ നമുക്ക് എന്താ പറയുക, ഒരു എപ്പോഴും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവണം ലൈഫിൽ. മഹേശ്വരി അക്കാ, ഞാൻ தான் இந்த லைட் போட்டேன் ക്ലാസ്സിൽ. പോടുங்க. ചേച്ചി അറിയാതെ അപ്പുറത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. ഞാൻ പറയും ഞാനായിട്ട് എന്ന് പറഞ്ഞു ക്ലാസ്സിന് വേണ്ടി. അപ്പോൾ ചേച്ചി ഇട്ടു. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ ആയാലും ശരി, ഭർത്താവിനെ ആണെങ്കിലും ശരി, ഭാര്യയായാലും ശരി, അവരെ നമ്മൾ ആ ലൈഫിൽ മുന്നോട്ടെടുത്തിട്ട് പോകുമ്പോൾ എപ്പോഴും ആ ഒരു ശ്രദ്ധ വേണം. നമ്മൾ പോണ വഴികളിൽ ഏത് രൂപത്തിലും നമുക്കൊരു ചതി പറ്റാമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ആ വഴിയിലുള്ള സൗകര്യങ്ങളും അസൗകര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാരന്മാർ വഴി അറിഞ്ഞിരിക്കണം. അതായത് നോക്കാം മായമന്തേഷ്, നമ്മുടെ മക്കള് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവരുടെ കൂട്ടുകാരെ എപ്പോഴും നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ 24 മണിക്കൂർ മോൻ എവിടെയെന്ന് വിളിച്ച് ചോദിക്കരുത്. ഈ കൂട്ടുകാരെന്ന് പറയുന്നതേ എപ്പോഴായാലും ചതിക്കും നമ്മളെ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എപ്പോഴായാലും കൂട്ടുകാർ ചതിക്കും.
നമ്മുടെ മക്കളെക്കുറിച്ച് ഒറ്റിത്തരാൻ അവർ മടിക്കൂല. അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാരുടെ സുഹൃത്തുക്കൾ, അവരും ഏത് വഴിക്ക് സഞ്ചരിക്കുന്നവരാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഭർത്താവിനെ ഏത് സമയത്തും വഴിതെറ്റിക്കാൻ അവർ റെഡിയായിരിക്കും. ഒരിക്കലും ഭർത്താവിനേക്കാൾ വലുതായി ഭർത്താവിൻ്റെ കൂട്ടുകാരെ കാണരുത്. മനസ്സിലായില്ലേ? നമ്മുടെ ഭർത്താവിനേക്കാൾ വലുതല്ല അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ. അതെല്ലാ സ്ത്രീകൾക്കും പറ്റുന്ന അബദ്ധമാണ്. ഒരിക്കലും നമ്മുടെ ഭർത്താവിനെ മറ്റു കൂട്ടുകാരുമായിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായിട്ട് കമ്പയർ ചെയ്യരുത്. വളരെ മോശമാണ്. ക്ലിയർ? നമ്മളെ കൂട്ടുകാരെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എന്നും ഒരു ശ്രദ്ധ വെക്കണം. ഏത് നിമിഷവും നമ്മൾക്കെതിരെ ആ നാവ് ട്വിസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ എന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. വെള്ളം സുലഭമായി കിട്ടുന്ന വഴിയിലൂടെ വേണം പോകാൻ. അതായത് നമ്മുടെ ജീവിതവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യുദ്ധത്തിൽ വെള്ളം സുലഭമായി കിട്ടുന്ന വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോകുന്ന വഴികൾ, ജീവിതമാകുന്ന വഴികൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ പറയില്ലേ ഇങ്ങനെ എന്താണ്, ഒരു അസമയം പിടിച്ച സമയത്തൊന്നും നമ്മൾ യാത്രകൾ ചെയ്യരുത്. ഇപ്പം എന്നെ പോലുള്ളവർക്കൊക്കെ ഇവിടുന്ന് കേരളത്തിലേക്കൊക്കെ വണ്ടി രാത്രിയിലാണ്. അതൊക്കെ ഓക്കെ, അതൊക്കെ നോർമലി നമ്മൾ ഇതാക്കി പോകുന്നത്. ഇപ്പം ഒരു എന്താ പറയുക, ഇങ്ങനെ സാഹസികമായിട്ടുള്ള ഇതൊന്നും റിസ്ക് ഒന്നും നമ്മൾ ജീവിതത്തിൽ എടുക്കരുത്. ഇപ്പം ആരെങ്കിലുമൊക്കെ വന്ന് പറയും ഒരു ലോൺ എടുത്താൽ പോരെ, ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി അത് ചെയ്താൽ പോരെ, ഇതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം വേണം. ആ വ്യക്തമായ ലക്ഷ്യത്തിലൂടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങി ആവശ്യമുള്ളതിനോട് മാത്രം യോജിച്ച് സമാധാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം നമ്മൾ പെട്ടുപോകും. ഇവിടെ യുദ്ധത്തിൽ വെള്ളമുള്ള സ്ഥലങ്ങളിലൂടെ പോകണമെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തളർന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ കിട്ടും. വെള്ളം ഒരാശ്വാസമാണ്. അപ്പം അതേപോലെ നമ്മുടെ ജീവിതത്തിലും അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ആരുടെ വാക്ക് കേട്ടിട്ടോ ഉണ്ടാക്കി വെക്കരുത്. ഇത് നല്ല സാരിയാണ്, നീ വേണേ ഒരെണ്ണം വാങ്ങിച്ചോ, ഇന്ന കടയിലുണ്ട്, ഉടനെ അതിൻ്റെ ഭംഗി കണ്ട് ചാടിക്കേറി പോയി വാങ്ങരുത്. നമുക്കത് ആവശ്യമുണ്ടോ, അത്യാവശ്യമാണോ എങ്കിൽ വാങ്ങും. ഒരാളെയും നമ്മൾ അനുകരിക്കരുത് ജീവിതത്തിൽ. ഐശ്വര്യറായി ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റൂല, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾക്ക് അത്യാവശ്യമുള്ളത് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം വാങ്ങിച്ചിട്ട് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഒരാളെയും അനുകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. ആനകൾക്കും കുതിരകൾക്കും ഭക്ഷണം കിട്ടാവുന്ന സ്ഥലങ്ങളിൽ കൂടി വേണം സൈന്യങ്ങളെ നയിക്കുവാൻ. അധികം തണുപ്പും ചൂടുമില്ലാത്ത ചൈത്രം, മാർഗശീർഷം എന്നീ മാസങ്ങളാണ് യുദ്ധത്തിന് നല്ലത്. ഇതൊക്കെ യുദ്ധത്തെ പറ്റി പറയുന്നതാണ് കേട്ടോ. ഷൈനി മാതാജി, എപ്പോഴും മുന്നണിയിൽ ആയുധങ്ങളേന്തിയ കാലാൾ പടയായിരിക്കണം. അതിൻ്റെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ രാജാവിന് ശക്തി ഇല്ലാണ്ടാണോ രാജാവ് മുമ്പിൽ പോകാത്തത്? ഇവിടെ എന്താ പറയുന്നത്? ആയുധങ്ങളേന്തിയ കാലാൾ പടകളായിരിക്കണം മുൻപിലെന്ന്. നമ്മൾ സ്ത്രീകൾക്ക് മുമ്പിൽ ഒന്നുകിൽ നമ്മുടെ അച്ഛൻ, ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, ഇല്ലെങ്കിൽ സഹോദരങ്ങൾ, ഇവരാരെങ്കിലും നമുക്ക് ആശ്രയമായി വേണം. നമ്മളായിട്ട് ഇവരെ ഒന്നും വെറുപ്പിക്കരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണം. ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വിലയും കൊടുക്കില്ല, അച്ഛനും കൊടുക്കില്ല, മക്കൾക്കും കൊടുക്കില്ല, ഭർത്താവിനും കൊടുക്കില്ല. ഞാൻ എന്ന ഭാവത്തിൽ അങ്ങ് ജീവിക്കുക, എന്നെ കൊണ്ട് എന്തും പറ്റുന്നു. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ചരിത്രത്തിൽ എഴുതപ്പെട്ടതാണ്, സ്ത്രീ അബലയാണ്. എല്ലാം തികഞ്ഞവളല്ല സ്ത്രീ. എത്ര വലിയ എന്താ പറയുക, തെങ്ങേൽ കയറിയാലും ബുള്ളറ്റ് ഓടിച്ചാലും ജീൻസ് ഇട്ടാലും സ്ത്രീ സ്ത്രീയാണ്. അവൾക്ക് അവളുടേതായ പോരായ്മകളുണ്ട്. മനസ്സിലായില്ലേ? അതെ, യുദ്ധത്തിന് സമയമില്ല, ഏത് സമയത്തും സംഭവിക്കും. നമ്മുടെ ബോർഡറിലെ കാര്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകളായ നമ്മൾ എല്ലാം തികഞ്ഞവരുമല്ല, എല്ലാം സാധിച്ചെടുക്കാൻ കഴിവുള്ളവരുമല്ല. സ്ത്രീ അബല തന്നെയാണ്. അപ്പം ആ സ്ത്രീകളെ പുരുഷന്മാരൊരിക്കലും വേദനിപ്പിക്കരുത്. സ്ത്രീകളും കുട്ടികളും ഒരേപോലെയാണ്. കുഞ്ഞു കാര്യത്തിന് പിണങ്ങും, അത് വലുതാക്കി 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 വലിയൊരു ഹൈഡ്രജൻ ബലൂൺ പോലെ ആക്കി വെക്കും. പിന്നെ അത് നേടിയെടുക്കുന്നത് വരെ ഒരു പോരാട്ടമായിരിക്കും. അവരെ ഒന്നും റിയാക്ട് ചെയ്യണം, ഒരു സമാധാനത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കലോടുകൂടി ആ പ്രശ്നം അവിടെ തീരും. മനസ്സിലായില്ലേ? ഞാൻ വലിയൊരു സംഭവ ബഹുലമാണ്, എനിക്ക് ഇത്രയും ലക്ഷങ്ങൾ ശമ്പളമുണ്ട്, എനിക്കാരെയും പേടിക്കേണ്ട കാര്യം, ആ ചിന്തകളൊന്നും ഒരു സ്ത്രീയുടെ ഉള്ളിലും ഉണ്ടാവരുത്. ശരിയല്ല. ഒരു പുരുഷൻ എന്നും ഒരു സ്ത്രീയുടെ ശക്തിയാണ്. ഇനി അതൊന്നുമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ മാത്രം ഭഗവാൻ നമ്മളുടെ കൂടെ വരും.
നമ്മളായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ വരൂല. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്? അവർക്ക് പിന്നിൽ ആനയും കുതിരയും തേരും യഥാക്രമം വ്യൂഹത്തിനനുസരിച്ച് പോണം. രക്ഷണീയമായിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെ നടുവിൽ നിർത്തണം. അതായത് മന്ത്രിമാർ, അങ്ങനെയുള്ള രക്ഷിക്കാനുള്ള ആൾക്കാരെ നടുവിൽ നിന്ന്. യുദ്ധത്തെക്കുറിച്ച് പറയാൻ കേട്ടോ, നമ്മൾ നമ്മുടെ ലൈഫും കൂടെ കമ്പയർ ചെയ്താണ് ക്ലാസ് പോകുന്നത്. പുറപ്പെടുവാനുള്ള നല്ല സമയം നോക്കി ദേവന്മാരെയും ബ്രാഹ്മണരെയും ഗുരുജനങ്ങളെയും വന്ദിച്ചു വേണം യുദ്ധത്തിന് പുറപ്പെടാൻ. അതായത് ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഹ്മണന്മാരെയും ഗുരുജനങ്ങളെയും നമ്മൾ ദേവന്മാരെയും നമ്മുടെ അച്ഛനെയും അമ്മയെയും എല്ലാം ബഹുമാനിച്ച് മുന്നോട്ട് പോകണം. എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലും നമ്മൾ ബ്രാഹ്മണരെ, ദേവന്മാരെ, ഗുരുജനങ്ങളെ, നമ്മുടെ അച്ഛനമ്മമാരെ ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. വളരെ അത്യാവശ്യം. ബഹുമാനിക്കാതിരിക്കരുത്. നമ്മുടെ അമ്മായിയമ്മയെ, നമ്മുടെ അമ്മായിപ്പനൊക്കെ നമ്മളോട് എന്തും കാണിച്ചോട്ടെ, എന്തു ദ്രോഹവും കാണിച്ചോട്ടെ, എന്തു മോശത്തരവും നമ്മളെ പറ്റി പറഞ്ഞോട്ടെ, നമ്മൾ അവരെ നിന്ദിക്കരുത്. അവർ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ ഫലം അവർ സ്വയം അനുഭവിക്കും. പക്ഷേ നമ്മളായിട്ട് അവരെ നിന്ദിക്കരുത്. മനസ്സിലായില്ലേ മക്കളെ? ആ പച്ചക്കുട്ടി എൻ്റെ തലവേദനയ്ക്ക് വരട്ടുന്നത്. അപ്പോൾ അത് ഒരിക്കലും എന്താവരുത്, നമ്മളൊരു ശാപമായിട്ട് തലയിലെടുത്ത് വെക്കരുത്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ അവരെ തിരുത്താനും പോണ്ട, അവരോട് പ്രതികാരം ചെയ്യാനും പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ എന്താവരുത്, അമ്മായിയമ്മേനെ അമ്മായിയപ്പനെയും നമ്മളെ വാക്കുകൊണ്ട് ഉപദ്രവിച്ചോ, നമ്മൾ പ്രതികാരം ചെയ്തോ നമ്മളൊരു ശാപം വാങ്ങി വെക്കരുത്. നമ്മളെ നിശബ്ദതയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി. അത് പ്രത്യേകം മഞ്ജരീസിലുള്ള എല്ലാ മാതാജിമാരും ശ്രദ്ധിക്കുക. എനിക്കറിയാം നിങ്ങളോട് പറയുന്ന വാക്കുകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. സഹിക്കൂല, നെഞ്ചകം പൊട്ടിപ്പോകുന്ന വാക്കുകളൊക്കെ ചില അമ്മായിയമ്മമാരും അമ്മായിയപ്പന്മാരും പറയും. കയറി പിടിക്കാൻ ശ്രമിച്ച അമ്മായിയപ്പന്മാർ വരെയുണ്ട്. അന്നേരം നിന്നു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ധാർമ്മികമായിട്ട് പിന്മാറണം. അല്ലാണ്ട് നമ്മൾ അവരെക്കുറിച്ച് ഒരു മോശവും പറയരുത്. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കുടുംബത്തിലെ കഥകൾ പുറത്തു പോകരുത്. മനസ്സിലായല്ലോ? വളരെ അത്യാവശ്യം. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ 4 ചുമരിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുക്കണം. നമ്മൾ പുറത്തേക്ക് വിടരുത്. അത് നമ്മളെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായല്ലോ? ഒരിക്കലും നമ്മൾ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുക്കേണ്ട കാര്യങ്ങളൊന്നും പുറത്തേക്ക് നമ്മൾ വിടാൻ പാടില്ല. അത് വളരെ തെറ്റാണ്. ഓക്കെ? അത് വളരെ മോശമാണ്. ഒരിക്കലും ചെയ്യരുത്. വളരെ മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങളെ കാണാൻ പഠിക്കണം. നല്ല മനസ്സോടെ, നല്ല ബോൾഡായിട്ട് എടുത്തടിച്ച് പ്രതികരിച്ച് ആരോട് സംസാരിക്കരുത്. തെറ്റാണ്. പ്രതികരിക്കാൻ പാടില്ല. ഓക്കെ? ഒരു മിനിറ്റ് കേട്ടോ. പിന്നെന്താ പറയുന്നത്? ഇനി ഭടന്മാരുടെ ലക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ശൂരന്മാരായിരിക്കുന്ന ഭടന്മാരുടെ ലക്ഷണത്തെ പറ്റിയാണ് യുധിഷ്ഠിരൻ ചോദിച്ചത്. ഉണ്ടാവും മാതാജി, നമ്മളെ തിരിച്ചും പറയും. മിണ്ടാണ്ടിരുന്ന് അങ്ങ് കേക്ക്. എന്തിനാപ്പത്? പറയുന്നവര് പറയട്ടെ എന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാ. ക്ഷമിക്കുക. ക്ഷമയാണ് ഭഗവാൻ, അല്ലേ? എല്ലാവർക്കും ഭഗവാൻ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മിണ്ടാണ്ടിരുന്ന് കേൾക്കുക. നിങ്ങളെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എന്തോരുണ്ടെങ്കിലും ശരി പറഞ്ഞങ്ങോട്ട് തീർക്കണമെങ്കിൽ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് കിട്ടോ. ഒരു പ്രയാസം ഉണ്ടാവില്ല, ഞാൻ കേട്ടോളാം. ഒരു ടെൻഷനും ഉണ്ടാവില്ല. മാതാജി എന്നോട് അങ്ങനെ പറഞ്ഞു, മാതാജി എന്നോട് ഇങ്ങനെ പറഞ്ഞു, മാതാജി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, മാതാജി എൻ്റെ മനസ്സൊന്ന് കുറേ പറഞ്ഞു കഴിയുമ്പോഴേ മനസ്സങ്ങ് തണുക്കും. ആരോടെങ്കിലൊക്കെ പറയണമെന്നുണ്ടാകുമ്പോൾ എന്നെ ആലോചിച്ചോളൂ, പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. സമയം പോലെ ഞാൻ കേട്ടോളാം. ആരോടെങ്കിലൊന്നും മനസ്സ് തുറന്നങ്ങ് സംസാരിച്ചാൽ മതിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓടിയോട്ടോ, ഞാൻ കേട്ടോളാം. ഒന്നും ടെൻഷൻ വേണ്ട. നിങ്ങൾ അങ്ങനെയെങ്കിലും റിലാക്സ് ആവുമെങ്കിൽ എനിക്കതാണ് സന്തോഷം. മറ്റൊരു തീരുമാനം ലൈഫിലെടുത്ത് നിങ്ങൾ വേറെ വഴിക്ക് പോകരുത്. എനിക്കത് ഇഷ്ടമല്ല. അധാർമികതയിൽ നിങ്ങൾ ആരും സഞ്ചരിക്കരുത്. ധാർമ്മികതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചും സഹായിച്ചും ഞാൻ കൂടെ നിൽക്കും. ഞാൻ എന്തെല്ലാം കേട്ടിരിക്കുന്നു, എന്നിട്ടിപ്പം ഞാൻ എന്താ ജീവിക്കുന്നില്ലേ? നമ്മളെക്കുറിച്ച് പറയുന്നേ. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് ലോകം മോശമായിട്ടേ സംസാരിക്കൂ, നന്മ സംസാരിക്കില്ല. അത് മനസ്സിലാക്കിക്കോളൂ. നമ്മൾ നന്നായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾക്കെതിരെ പരാതികൾ ഉണ്ടാവും. ക്ലിയർ? ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ?
ഇനി ശൂരന്മാരായിരിക്കുന്ന ഭടന്മാരുടെ ലക്ഷണത്തെ പറ്റിയാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയുള്ള വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ സ്വഭാവത്തെയും യുദ്ധ സാമർത്ഥ്യത്തെ പറ്റിയും ആര് പറഞ്ഞു? ഇത് പെയിന്റെ ഗുളി കഴിച്ച എന്താണ്? ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വഭാവത്തെയും ഒപ്പം തലവേദനയുടെയും രണ്ടും കൂടി ഒരുമിച്ച് കഴിച്ചതാണ്. വേറൊന്നല്ല, രാവിലെ മുതലേ മൊബൈലിൽ നോക്കിയിരിക്കല്ലേ, അപ്പം കണ്ണ് ഭയങ്കര സ്ട്രെസ്സല്ലേ, നമുക്ക് തലവേദന വരും. ഇപ്പോഴും മൊബൈലിലല്ലേ, ഒന്നും സാരമില്ല, ഒക്കെ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ വഴി കാണും. അപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ സ്വഭാവത്തെയും യുദ്ധ സാമർത്ഥ്യത്തെ പറ്റിയും ഭീഷ്മർ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കണത്? വേദന മാറി, പക്ഷെ ചെറിയൊരു പെയിൻ എന്തായാലും കാണും. ഡിസ്കിൻ്റെ അല്ലേ, പെട്ടെന്നങ്ങ് വിട്ടു പോവില്ല നമ്മളെ. അവയവങ്ങളെ കൊണ്ട് എങ്ങനെ ശൂരന്മാരും വീരന്മാരുമായ ജനങ്ങളെ തിരിച്ചറിയാമെന്നാണ് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുക്കണേ നമുക്ക് നോക്കാം കേട്ടോ. മാങ്ങയാണ്. പിന്നീട് ജയം നേടുന്ന സൈന്യത്തിന്റെ സ്വരൂപത്തെ പറ്റിയുള്ള ജയം നേടുന്ന സൈന്യത്തിന്റെ അമ്മായിയമ്മയെ അലക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞു കൊടുക്കുക, നാളത്തെ അമ്മായിയമ്മമാർ നിങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്ന് നിങ്ങൾ അമ്മായിയമ്മയെ എടുത്തിട്ട് അലക്കിയ നാളെ നിങ്ങളൊരു അമ്മായിയമ്മയാണ്. അന്ന് നിങ്ങളെടുത്തിട്ട് ഇതിനേക്കാൾ വലിയ അലക്കലക്കാനുള്ള ആൾക്കാരെ ഭഗവാൻ റെഡിയാക്കി വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അത് കിട്ടും, കിട്ടാതെ പോവില്ല. ചില അമ്മായിയമ്മമാരൊക്കെ ഉണ്ടല്ലോ, സങ്കടം തോന്നും, പാവം തോന്നും എനിക്ക് കണ്ടു കഴിഞ്ഞാൽ. എന്താ പറയുക, നമുക്ക് മഞ്ചരീസിലൊരു ആശ്രയമോ ഒരു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് അവരെയൊക്കെ കൊണ്ടുവരായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയ ദിവസങ്ങളുണ്ടായിരുന്നു. അറിയും, ഇതൊക്കെ കാലം കൊണ്ടല്ലേ, കർമ്മം കൊണ്ട് കിട്ടും, കിട്ടാതിരിക്കില്ല. എത്രത്തോളം ആട്ടാടിയ മരുമക്കളാണെങ്കിലും ശരി, നാളെ ആ മരുമക്കൾ ഒരു അമ്മായിയമ്മയായി മാറിക്കഴിഞ്ഞാൽ അവർക്കുള്ള പണി 8-8 16 വേറെ ഭഗവാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിക്കും. ഉറപ്പാ. കാലം കാത്തു വെച്ചൊരു കാവ്യനീതിയുണ്ട്, അത് കിട്ടാതിരിക്കില്ല, ഉറപ്പായിട്ടും കിട്ടും. പിന്നെന്താ പറയുന്നത്? ജയം നേടുന്ന സൈന്യത്തിന്റെ ആ ഒരു സ്വരൂപം, അതവിടെ AC ഇട്ടതിന്റെ സൗണ്ടായി. ഇപ്പോൾ ഓഫ് ചെയ്യാം, ആ AC ഒന്ന് ഓഫ് ചെയ്യൂല, ഇപ്പോൾ ഓഫ് ചെയ്യാം. അപ്പോ ജയം നേടുന്ന സൈന്യത്തിന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ധർമ്മപുത്രന്റെ ഒരു ചോദ്യം ഉണ്ടായി. അതിന് ഭീഷ്മർ പറയാണ്, ദൈവവും പൗരുഷവും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ വിജയികളാകും. എന്താണ്? ദൈവത്തെയും പൗരുഷത്തെയും, പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ ഇടം. തൻ്റെ ഇടം എവിടുന്നാണ് ഉണ്ടാവണത്? ഭഗവാനോടുള്ള ഭക്തിയിൽ നിന്ന്, ധർമ്മത്തിൽ നിന്നാണ് നമുക്ക് തൻ്റെ ഇടം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ധർമ്മത്തെ അറിഞ്ഞാൽ ആരെ അറിയാൻ പറ്റും? ഈശ്വരനെ അറിയാൻ പറ്റും, സാക്ഷാൽ കൃഷ്ണനെ അറിയാൻ പറ്റും. അപ്പോൾ ദൈവത്തെയും ധർമ്മത്തെയും തൻ്റെ ഇടത്തെയും നമുക്ക് വേണം, വരും. ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ കടയൊന്ന് സെറ്റാക്കട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് അതിനൊരു ശ്രമം നടത്താം. ശരിയാവും. ദൈവത്തെ, കാരണം എനിക്കും അവസാന കാലത്ത് വന്ന് നിൽക്കണ്ടേ, നമുക്കെല്ലാവരും വേണമല്ലോ, നമുക്കെല്ലാവർക്കും കൂടി അവിടെ ഇങ്ങനെ കൂടണ്ടേ, ഒക്കെ ശരിയാവും. ദൈവവും പൗരുഷവും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ വിജയികളാവും. മനസ്സിലായില്ലേ? ദിവ്യദൃഷ്ടി കൊണ്ടും ശകുനങ്ങളെ കൊണ്ടും യാത്രയ്ക്ക് ദോഷം കാണുന്നവർ ജപവും ഹോമവും നടത്തുകയും മറ്റു മംഗളകർമ്മങ്ങൾ ചെയ്യുകയും വേണം. അപ്പം നമ്മളിപ്പോൾ ഒരു വഴിക്ക് ഇറങ്ങുകയാണെങ്കിൽ അശുഭമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള പൂജയും വഴിപാടുകളൊക്കെ ചെയ്ത്, ഹോമമൊക്കെ ചെയ്ത്, ജപമൊക്കെ ചെയ്ത്, മംഗളകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങ് മറികടക്കും, അല്ലേ? ദോഷപരിഹാരം ചെയ്തതിന് ശേഷം മാത്രമേ യുദ്ധത്തിന് പുറപ്പെടാൻ പാടൂ എന്നാണ് പറയുന്നത്. ദോഷം എന്ത് തന്നെ ജീവിതത്തിലുണ്ടായാലും അതിനൊരു പരിഹാരം ചെയ്ത്, ആ പരിഹാരം നമ്മൾ ജപത്തിലൂടെ ആയാലും ഹോമത്തിലൂടെ ആയാലും ആ പരിഹാരത്തിനൊരു മാർഗം കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഭഗവാൻ പറഞ്ഞിരുന്നത്. ഓക്കെ. പിന്നെ യാത്രയുടെ തുടക്കം നല്ല നല്ല ലക്ഷണങ്ങൾ വേണം നമ്മൾ കാണാൻ. അതായത് ഭഗവാന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് അനുവാദം മേടിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എവിടെ എന്തിനിറങ്ങുകയാണെങ്കിലും ശരി, നമ്മുടെ കൈ കൊണ്ടൊരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഒരു അനുവാദം ഈശ്വരനോട്, നമ്മുടെ വീട്ടിലിരിക്കുന്ന അച്ഛനോടും അമ്മേനോട് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. ആ പോക്ക് നല്ല പോക്കല്ല. കുടുംബത്തിരിക്കുന്ന അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ച്, അമ്മായിയമ്മയും അമ്മായിയപ്പനെയും മിണ്ടാത്തവരാണെങ്കിലും അവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ജോലിക്ക് ഇറങ്ങിയാലും അതൊരു നല്ലതിനല്ല. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, അച്ഛാ ഞാൻ ഇറങ്ങുകയാണ്, അമ്മ പോയിട്ട് വരാം, സന്തോഷമുണ്ട്.
ഇനി അവരിങ്ങോട്ട് തിരിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിൽ അവർ 1000 വട്ടം മുഖം കാണിച്ചാലും ശരി, നമ്മൾ എന്ത് ചെയ്യരുത്, ആ പറയുന്നത് നിർത്തരുത്. നമ്മളോട് മിണ്ടാത്തൊരു അമ്മായിയമ്മ ആയിരിക്കാം, അവർ വേറെ കലത്തിലിട്ട് തന്നെ ഭക്ഷണം വെച്ച് കഴിക്കുന്നവരാവാം. അമ്മേ ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാം. നീ ആരാടി എന്നോട് പോയിട്ട് വരാമെന്ന് പറയാം? നിന്നെ എനിക്ക് കാണണ്ട റിയാസത്തെ, നിന്റെ മുഖം തന്നെ കാണണ്ട, അവലക്ഷണം കെട്ട ജന്തു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം, പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നിച്ചിരിക്കുക. അടുത്ത ദിവസം വീണ്ടും പറയാം, അമ്മ ഞാൻ പോയിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് നീ സംസാരിക്കാൻ വന്നേക്കരുത്. അപ്പോഴും ഒന്നിച്ചിരിക്കുക. അങ്ങനെ ഒരു 10 ദിവസം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഓ ഇങ്ങനെയൊക്കെ ആയിത്തീരും. അങ്ങനെ 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 ഹിമാലയത്തിൽ ഐസുരുകുന്നത് പോലെ തീരുന്ന പ്രശ്നങ്ങളെ കുടുംബത്തിലുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളോട് മിണ്ടാത്തവരാണെങ്കിലും നമ്മളൊന്നങ്ങ് പറഞ്ഞങ്ങോട്ട് ഇട്ടേക്കാം. അപ്പൊ അവരെന്താ ചിന്തിക്കാന്നറിയോ? നമ്മൾ അവരോട് ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകളല്ല, എന്തൊക്കെ പറഞ്ഞാലും അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടേ പോകൂ, ആ കാര്യത്തിൽ ഞാൻ അവളെ സമ്മതിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി ഒന്ന് നമ്മൾ എന്താ പറയാ, പറഞ്ഞില്ലെങ്കിൽ, നമ്മളൊന്നും പറയാൻ തയ്യാറല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ആ ഒരു പറയാനുള്ളൊരു മനസ്സങ്ങോട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ, ഒന്ന് സ്നേഹത്തോടെ ഒന്ന് അവരെ മുഖത്തേക്കൊന്ന് നോക്കിയാലും മതി. ഒന്ന് നോക്കിയാലും മതി. ചിലപ്പോൾ നമ്മൾ നല്ലത് ആലോചിച്ചായിരിക്കും ചിരിക്കുന്നത്, പറയില്ല എന്നെ പരിഹസിച്ച് ചിരിച്ചു എന്ന് വരെ പറയും. എന്നാ പോലും എന്തുണ്ടാവരുത്, അവഗണന പാടില്ല. നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ അച്ഛനെ, നമ്മളെ അമ്മയെ, നമ്മുടെ അമ്മായിയമ്മയെ, നമ്മുടെ അമ്മായിയപ്പനെ ഒന്നും അവഗണിക്കരുത്. മനസ്സിലായില്ലേ? വളരെ നല്ല കാര്യം. ശ്രീകുട്ടി മാതാജി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ബഹുമാനിക്കണം. ആ വ്യക്തി വീട്ടിലുണ്ട് എന്നുള്ള ബഹുമാനമാണ്. ഇവിടെ ഞാൻ തറയിലിരുന്ന ഭക്ഷണം കഴിക്കാറ്. കാരണം എന്താ പറയുക, എൻ്റെ ഭഗവാൻ അവിടെ ഇരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെയറിലിരുന്ന് കഴിക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഡൈനിങ് ടേബിൾ മേടിച്ചിട്ടില്ല. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ടേബിൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വൈകാതെ മഞ്ചരീസിൻ്റെ ഷോറൂം വരും ഗുരുവായൂർ ഉണ്ട്. ഞാൻ റെന്റ് കൊടുത്തിട്ടേക്കാം മാസം മാസം. തുറക്കാൻ അത് കുറച്ച് സാമ്പത്തിക പ്രയാസമുള്ളതുകൊണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പം റെഡിയാക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എത്ര താഴ്മയോടുകൂടി ജീവിക്കാൻ പറ്റും അത്രത്തോളം താഴ്മയോടുകൂടി ജീവിക്കണം. മനസ്സിലായില്ലേ? ഈശ്വരനെ മുമ്പിൽ കൂപ്പുന്ന കൈകളാണ്. ആ കൈകൾ എന്നും നമ്മൾ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് കൂപ്പിക്കൊണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും കസേരയിൽ കാലും കയറ്റിയിരിക്കരുത്. അവിടെ അങ്ങനെ ഇരുന്ന് നമുക്ക് ജീവിക്കേണ്ട, അതിൻ്റെ ആവശ്യം നമുക്കില്ല. എത്രത്തോളം ഭഗവാന്റെ മുമ്പിൽ താഴ്ന്ന് ജീവിക്കാൻ പറ്റും അത്രത്തോളം ജീവിക്കാം. അദ്ദേഹം ഒരു പ്രതിമയല്ല വീട്ടിൽ വെച്ചിരിക്കുന്നത്. പോകാൻ നേരം ഭഗവാനെ ഞാൻ പോയിട്ട് വരാം, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു നമസ്കാരം അദ്ദേഹത്തിന് ചെയ്യാം. കുളിച്ചോ കുളിച്ചില്ലേ അതൊരു വിഷയമല്ല. ഞാൻ എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ആദ്യം അദ്ദേഹത്തെ നോക്കിയൊന്ന് വണങ്ങിയിട്ടേ ഞാൻ ബാത്റൂമിലേക്ക് പോകും. രാത്രിയിലാണെങ്കിലും ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് ബെഡ്റൂം തുറന്ന് പുറത്തു വന്ന കിച്ചുവിനെ ആദ്യം നോക്കും. കിച്ചു ഒന്ന് വിളിച്ചിട്ടേ നമ്മൾ പോകും. അതൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കിച്ചുവിനെയും രാധൂട്ടനെയും ഒന്ന് കണ്ടാൽ എനിക്കൊരാശ്വാസ, ഒരു സമാധാന. കിച്ചൂട്ടനും രാധൂട്ടനും ഉണ്ടെങ്കിൽ ഒരു കൂട്ട, എനിക്ക് ഒരു ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലാ. അപ്പം അവരോടൊന്ന് സംസാരിക്കുക, അവരോടൊന്ന് മിണ്ടുക, അതിനൊരു സമാധാനമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. പിന്നെന്താ പറയണത്? ഏത് സമയത്തും മനസ്സിന്റെ ശാന്തിയെയും നിയന്ത്രണത്തെയും പാലിക്കാൻ കഴിവുള്ളവരായിരിക്കണം രാജാക്കന്മാർ. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ശാന്തമായിരിക്കുന്ന അവസ്ഥ നമ്മൾ കൊണ്ടുവരണം. നമ്മളൊരു അശാന്തമായിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരരുത്. ഒരുപാട് ചിന്തിച്ചു കൂട്ടി നമ്മളിങ്ങനെ അശാന്തമായി നമ്മുടെ മനസ്സിനെ ഇടരുത്. അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, ശരീരത്തിലേക്ക് അസുഖങ്ങളെ കൊണ്ടുവരും, പല പ്രശ്നങ്ങളുണ്ടാക്കും. അശാന്തമായൊരു മനസ്സിൽ ഈശ്വരൻ ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലേ പിന്നെ ആര് നിയന്ത്രിക്കും? ചിന്തിച്ചു നോക്ക്. ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഒരു മെന്റലിന് ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്തും പോയിട്ട് ഗുളിക കഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തെ നമ്മൾ വേണം കൺട്രോൾ ചെയ്യാൻ എല്ലാ കാര്യത്തിലും. ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കുക. എന്തുകൊണ്ട് ഞാൻ ഈ വിഷമം അനുഭവിച്ചു? ഇതിൻ്റെ മുൻ സമയങ്ങളിൽ എന്താ നടന്നത്? ഇങ്ങനെ സ്വയം ചിന്തിക്കാം. ആ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ എങ്ങനെ തുടങ്ങി. അനാവശ്യമായിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗഹൃദമായാലും ശരി, സൗഹൃദമല്ലാത്തതായാലും ശരി, ഒഴിവാക്കിയേക്കണം, വേണ്ട. അശാന്തി നൽകുന്ന ഒരു ബന്ധങ്ങളും ജീവിതത്തിൽ വെക്കരുത്. മനസ്സിലായില്ലേ? ഉള്ള കാര്യം ഞാൻ പറയാം. ചില ആളുകൾക്ക് ഭർത്താവിനെ കൂടാതെ വേറെയും ബന്ധങ്ങളുണ്ടാവും. ചില ഭാര്യകൾ, തെറ്റായ ബന്ധം എന്നല്ല കേട്ടോ, സൗഹൃദ ബന്ധങ്ങൾ. പക്ഷെ അത് നമ്മളെ ഒരുപാട് ഭരിക്കുന്ന ബന്ധങ്ങളായിരിക്കും. ഭർത്താവ് പോലും ഭരിക്കാത്ത രീതിയിൽ പുള്ളിക്കാരൻ ഭരിക്കും. പേര് സൗഹൃദം എന്ന്. എന്തിനാ അത്? വല്ലവനും പേടിച്ച് ജീവിക്കേണ്ട കാര്യം എന്താ? പോയി പണിയൊക്കെ പറയണം. ചില ഭാര്യമാരുണ്ട്, അയ്യോ ഭർത്താവിനേക്കാൾ പേടിയും ബഹുമാനമായിരിക്കും അവരെ സുഹൃത്തുക്കളെ. ചിലപ്പോൾ ആൺ സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ പെൺ സുഹൃത്തുക്കളാവാം. എന്തിനാ അതിൻ്റെ ആവശ്യം? എന്താ? ഒരാവശ്യമില്ല. ഭർത്താവിൻ്റെ സ്ഥാനം ഭർത്താവിന്, ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്ക്. എൻ്റെ ചങ്കാണെന്നും പറഞ്ഞ് ചങ്കിനെ എടുത്ത് ഉച്ചിയിൽ വെച്ചിട്ട് നാളെ ആ ചങ്കെടുത്ത് ഉച്ചിക്കിട്ട് കുത്തും. അപ്പം അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തേണ്ട ബന്ധങ്ങൾ നിർത്താൻ പഠിക്കുക. 1 or 2 പ്രാവശ്യം നമ്മളെ ഇട്ട് ഭരിക്കാൻ വരികയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സലാം അടിക്കണം. ഒരു പടിയകലെ അങ്ങനെ നിർത്തിക്കോളും. ജീവിതത്തിൽ നന്മ വരും. മനസ്സിലായില്ലേ? ഒരു ചങ്കുന്നും പറഞ്ഞിട്ട് തലേ കയറ്റേണ്ട കാര്യമില്ല. മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെട്ടു പോവില്ല. നമ്മുടെ ലോകം, നമ്മുടെ സന്തോഷം അത് നമ്മുടെ വീട്ടിൻ്റെ അകത്താണ്. മനസ്സിലായില്ലേ? ഒരു സുഹൃത്തുക്കൾക്കും അനാവശ്യമായിട്ട് ഒരു സ്ഥാനവും ജീവിതത്തിൽ കൊടുക്കരുത്. അത് വേസ്റ്റാണ്. ആരെയൊക്കെയാണോ നമ്മൾ, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിക്കാത്ത ഒരു കാര്യവും ഞാൻ ക്ലാസ്സിൽ പറയില്ല. എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ അങ്ങനെയൊക്കെ കുറേ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് ജീവിക്കുന്നത്. നമ്മളെ ഭരിക്കാനുള്ള അവസരം നമ്മൾ ആർക്കും കൊടുക്കരുത്. നമ്മുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ. ഇതിൻ്റെ ഇടയിൽ 5ാമതൊരാൾ സംസാരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അവിടെ നമ്മളുടെ തോൽവിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ തോൽവിയാണ് 4 പേരടങ്ങുന്ന കുടുംബത്തിലേക്ക് 5ാമതൊരാൾ സംസാരിക്കാൻ വരുന്നത്. നമ്മുടെ തോൽവിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളായി, നമ്മുടെ പാടായി എന്ന ഭാവത്തിൽ നമ്മൾ ഒരിക്കലും ജീവിക്കാനുള്ള ഒരവസരത്തിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ സന്തോഷമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവാം. അല്ലാണ്ട് എന്തിനാ നമ്മൾ മറ്റൊരാൾ അഭിപ്രായം എടുക്കുന്നത്? നമുക്കെന്താ ഭാഷ അറിഞ്ഞൂടെ? ചിന്തിക്കാൻ ഭഗവാൻ കഴിവ് തന്നിട്ടില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ എന്തിന് മറ്റൊരാളെ നമ്മൾ അഭിപ്രായത്തിന് വേണ്ടി ആശ്രയിക്കണം? നല്ലത് ഏതാണ്, ചീത്ത ഏതാണെന്ന് നമുക്ക് സ്വയം ചിന്തിക്കാൻ അറിയില്ലേ? ചിന്തിക്കാൻ അറിയാം. ബുദ്ധിയും ബോധവും നമുക്കില്ലേ? ഏത് വഴിയിലൂടെ എങ്ങനെ സഞ്ചരിക്കണം, ഇങ്ങനെ സഞ്ചരിച്ചാൽ എന്ത് ലഭിക്കും, എന്ത് ലഭിക്കില്ല എന്ന് നമുക്ക് അറിഞ്ഞൂടെ? അതേപോലെ നമ്മൾ ജീവിക്കുക. ഒരാളുടെ അടുത്തും നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ അഭിപ്രായം ചോദിക്കരുത്. നല്ല ബോധമുണ്ട് നമുക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പറ്റും, ഇങ്ങനെ പോയാൽ ഇങ്ങനെ പറ്റും എന്നുള്ളത്. ആ ബോധത്തോടെ, ആ ഭക്തിയോടെ, ആ ബഹുമാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ? യുദ്ധം രാജാക്കന്മാരുടെ കുലധർമ്മമാണെങ്കിലും എല്ലാറ്റിനും യുദ്ധമാണ് ശരണം എന്ന് വിചാരിക്കരുത്. രാജാക്കന്മാർക്ക് എപ്പോഴും യുദ്ധം ചെയ്യാം, അതവരുടെ കുലധർമ്മമാണ്. പക്ഷെ എപ്പോഴും യുദ്ധം ചെയ്യാമെന്ന് ചിന്തിക്കരുത്. അതേപോലെ നമ്മുടെ കുടുംബത്തും നമ്മൾ എന്താ പറയുക, എപ്പോഴും നമ്മൾ എന്താ പറയുക, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അങ്ങ് വയലൻ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ആ പ്രശ്നത്തെ തീർക്കാൻ, ഞാൻ 4 ചാട്ടം ചാടിയാൽ അവർ അടങ്ങിയിരുന്നുള്ളൂ, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. താഴേണ്ട അടുത്ത് നമ്മൾ താഴണം, താഴ്ന്നേ പറ്റൂ. അഭിപ്രായം പറയേണ്ട അടുത്ത് നമ്മൾ അഭിപ്രായം പറയണം. അല്ലാണ്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിക്കാം എന്ന് ചിന്തി. ഞാനിപ്പോൾ എൻ്റെ യൗവനത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു, നാളെ ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ തല കുനിച്ച് തന്നെ ജീവിക്കണം. എൻ്റെ മകൻ്റെ ഭാര്യയാണ്, ഞാൻ അധികാരം കാണിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മകൻ്റെ കൂടെ ശരീരവും മനസ്സും പങ്കിട്ട് ജീവിക്കുന്ന ആ പെൺകുട്ടിക്ക് എൻ്റെ മകൻ്റെ അതേ സ്ഥാനം ഞാൻ കൊടുക്കണം. അല്ലാണ്ട് ഞാൻ സംഭവ ബഹുലമാണെന്നും പറഞ്ഞ് ഞാൻ തലപൊക്കാൻ പാടില്ല. എൻ്റെ ശരീരവും എൻ്റെ ശരീരത്തിൻ്റെ ശക്തിയും എൻ്റെ യൗവനവും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ജീവിക്കണം. എൻ്റെ പഴയ ഗാംഭീര്യം ഞാനെടുത്ത് അങ്ങ് തല പൊക്കാൻ വെച്ച് അങ്ങോട്ട് സംഭവ ബഹുലമാക്കാം. അല്ലെ എൻ്റെ ബാങ്കിൽ ഇത്രയും കാശുണ്ട്, അതുകൊണ്ട് എനിക്ക് അത് മതി, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. താഴേൻ്റെ അടുത്ത് താഴ്ന്നേ പറ്റൂ, താഴ്ന്നു തന്നെ ജീവിക്കണം. ഞാൻ ഇങ്ങനെ നെഞ്ചു നിവർത്തി ജീവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ജീവിതം മുന്നോട്ട് പോകില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? പറയേണ്ട അടുത്ത് ക്ഷമയോടെ കാര്യങ്ങൾ പറയാം, അല്ലാതെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല.
ഇന്നൊരാൾ എനിക്കൊരു ഓഡിയോ ഇട്ടു മഞ്ചരീസിൽ, റൂമിന് വേണ്ടി ഇന്നലെ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല. ആ ഇടി കിട്ടും ഉറപ്പല്ലേ. റൂമിന് വേണ്ടി നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, എന്താ അഭ്യാസം നടത്തുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചു. സാറ് KSB വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കാറുണ്ട് അവരെന്ന് ചോദിച്ചു. സാറ് ചോദിക്കാൻ എന്നോട് അഭ്യാസം നടത്തുകയാണെന്ന്. സാറിന് എത്ര നാളായിട്ട് അറിയാം നമ്മൾ ഫോൺ എടുക്കാതെ അഭ്യാസം നടത്തണം. അവസാനം അദ്ദേഹത്തിനോട് നല്ലൊരു ഓഡിയോ ആയിരുന്നു, ഞാൻ കൃഷ്ണഭക്തനാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞങ്ങൾ കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാ സാറേ, ഞങ്ങൾ അങ്ങയുടെ അത്ര എത്തിയിട്ടില്ല. ഞാൻ അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയത്തില്ല. സാറ് പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. വിസിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അല്ല ഏതെങ്കിലും വ്ളോഗേഴ്സൊക്കെ അവരുടെ റീച്ച് കൂട്ടാൻ ചെയ്യുന്നത് പോലെ ആണെന്ന് കരുതിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഈ കരുതൽ അങ്ങോട്ട് ഒഴിവാക്കിയേക്ക് സാറേ, കരുതലാണ് സാറിനെ വഴിതെറ്റിക്കുന്നതെന്ന് പറഞ്ഞു. സാറ് കരുതല്ലേ, ഈ DP-യിൽ കാണുന്ന സാറിൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഏജ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങ് കുറച്ചും കൂടി വാക്കുകൾ നല്ല പക്വതയോടുകൂടി സൂക്ഷിച്ച് ഉപയോഗിക്കുക. അങ്ങ് പറയുന്നു അങ്ങ് ഭക്തനാണെന്ന്. ഭക്തനായിരിക്കുന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ സാറേ? സാത്വിക മനോഭാവമുള്ളൊരു വ്യക്തിയാണല്ലേ. ആ സാത്വികതമായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അങ്ങേക്ക് എന്തേ ഈ സ്വാത്വികത ഇല്ലാതെ പോയി? മോശമല്ലേ സാറേ എന്ന് ചോദിച്ചു. പിന്നെ മിണ്ടിയിട്ടില്ല. അപ്പം ഈ എടുത്തുചാട്ടം വേണ്ട. എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ എടുക്കാതിരിക്കാനൊക്കെ പറ്റും അല്ലേ. ഒരു മനുഷ്യൻ കുളിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോണും കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലേലേ മഞ്ചരീസിൻ്റെ ഫോൺ കേടായിട്ട് ഞാനൊരു സെക്കൻഡ്സ് മേടിച്ച് വെച്ചിരിക്കുക. ഇനി അതും കൂടി കേടായി കഴിഞ്ഞാൽ ഈ സഖാവ് നമുക്ക് വാങ്ങിച്ചു തരുമോ? ഇല്ല. ഞാൻ പറയും സാറേ ചിലപ്പോൾ കുളിക്കുകയായിരിക്കും, ചിലപ്പോൾ ടോയ്ലറ്റിലായിരിക്കും, ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ അന്നദാനം കൊടുക്കുകയായിരിക്കും, ചിലപ്പോൾ കിച്ചണിലായിരിക്കും, എടുക്കാൻ പറ്റില്ല സാറേ, ചിലപ്പോൾ പൂജ ചെയ്യായിരിക്കും. അതിന് സാറ് കിടന്നിട്ട് ഈ അഭ്യാസം എന്നൊക്കെ പറഞ്ഞ് ചൂടാവേണ്ട കാര്യം എന്താ സാറേ എന്ന് വെച്ചു. പിന്നെ മിണ്ടിയില്ല പുള്ളി. അപ്പം നമ്മൾ പ്രതികരിക്കുന്നത് കുറച്ച് മയത്തോടെ പ്രതികരിക്കുക, അത് നല്ലതാ, എന്നും ജീവിതത്തിന് നന്മയാ. അപ്പം നമ്മൾ എന്ത് വിചാരിക്കരുത്, എപ്പോഴും ചാടിക്കടിച്ച് കാര്യങ്ങൾ നേടാമെന്ന് നമ്മൾ വിചാരിക്കരുത്. താഴ്മയോടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് എന്നും ഒരു നന്മയുള്ള റിസൾട്ട് കിട്ടും. ചാടിക്കടിച്ച് കാര്യങ്ങൾ പറയണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും, അത് ഉറപ്പാ. അതെവിടെയാണെങ്കിലും ശരി. ചിലപ്പോൾ ഭർത്താവും ചിലപ്പോൾ മകനും ഒക്കെ ഷൗട്ടിങ്ങും ബഹളവും ഒക്കെ ആയിരിക്കും. ഓ ആയിക്കോട്ടെ, കത്തി ജ്വലിച്ചങ്ങ് തീരുമ്പോൾ നമുക്ക് സമാധാനത്തോടെ നമുക്ക് ഇടപെടാം അല്ലേ. ഞാൻ അങ്ങനെയാണ്, കത്തി ജ്വലിച്ചങ്ങ് ആളിപ്പടർന്നങ്ങ് തീരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, സമയം കിട്ടും, നമുക്ക് ഊഴം വരും. കുറേ അങ്ങോട്ട് ബഹളം. കാരണം എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം അത്. ഞാനും എൻ്റെ ഏട്ടനൊക്കെ പണ്ട് ചെറുപ്പത്തിലെ എന്തെങ്കിലും ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞ് ഓടി വരും ഞങ്ങൾ രണ്ടുപേരും കൂടെ തറവാട്ടിൽ നിന്ന്. അച്ഛൻ്റെ മുമ്പിൽ മധ്യസ്ഥത്തിന് വരിക, ഓടി ഫസ്റ്റ് ആരെത്തുമോ ഓടി ഉണ്ട് ഏതെങ്കിലും വീട്ടിൻ്റെ അടുക്കള ഭാഗം കൊണ്ടൊക്കെ ഓടി മതിലൊക്കെ ചാടി കടന്ന്. അദ്ദേഹത്തെ നമുക്ക് മണിപ്പൂരിൽ പറഞ്ഞു വിടണം, ഞാൻ പറയാം. ഓടി വന്നിട്ട് കേട്ടപ്പോട് കൂടി അച്ഛ അവൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛ ഇവളങ്ങനെ പറഞ്ഞു, ഇവളിങ്ങനെ പറഞ്ഞു. അപ്പം അച്ഛൻ എന്താ ചെയ്യാന്നറിയും, ഇങ്ങനെ അങ്ങിരിക്കും. എല്ലാം കഴിയുമ്പോൾ കിതപ്പ് മാറി അച്ഛൻ ചോദിക്കും കഴിഞ്ഞോ? എന്നാ പോയി വെള്ളം കുടിക്കും, പോയി വെള്ളം കുടിച്ചിട്ട് വാ. അങ്ങനെ വെള്ളം കുടിച്ചോന്ന് അച്ഛൻ പറയും, അവിടെ ഇരിക്കും, കസേരയിലിരിക്കണ്ട തറയിലിരിക്കും. അങ്ങനെ ഞങ്ങളെ തറയിലിരുത്തും, കാല് നീട്ടിയിരിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കാലൊക്കെ നീട്ടിയിരുന്നിട്ട് അച്ഛൻ പറയും, ശരിക്കും എന്താ പ്രശ്നം, നീ പറയാം ആദ്യം, നീ വായുറക്കരുത്. അപ്പം ഏട്ടനോട് പറയും വായുറക്കരുതെന്ന്, എന്നോട് പറയും വായ തുറന്നോളാൻ പറയും. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറയും. ഇനി നീ മൂട്, നീ പറ എന്താ ഉണ്ടായേ. അപ്പം അവനും കാര്യം പറയും. ഇത്രയല്ലേ ഉള്ളൂ. ഈ ഓടിക്കതച്ച് വന്ന് ഇത്രയും സംഭവ ബഹുലമാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? പറഞ്ഞു തീർന്നപ്പോൾ പ്രശ്നം തീർന്നു, എന്നാൽ പോയി ചോറുണ്ട്. ഉടനെ ഞങ്ങൾ പോയി ചോറുണ്ട്, പ്രശ്നം കഴിഞ്ഞു. അപ്പം അടുത്ത ആൾ തുടങ്ങും, അതെൻ്റെ അമ്മ, അത് വേറെ വിഷയം, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ അത് ആ വിഷയത്തെ അങ്ങനെ സോൾവ് ആയിട്ട് അവിടെ അങ്ങ് വിടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ എല്ലാ വ്യക്തികളിൽ നിന്നും ഓരോന്ന് പഠിക്കാറുണ്ട്. എൻ്റെ അച്ഛനിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും എല്ലാം പഠിക്കുക. ഇപ്പം ഈ ഒരു വയസ്സിൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ നിമിഷങ്ങളും എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് ഓരോ പാഠങ്ങളായിരുന്നു. ചില സമയത്ത് നല്ല തിരക്ക് പിടിച്ച സമയത്തൊക്കെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ വീണ്ടും ഞാൻ അച്ഛൻ തിരിച്ചു വിളിക്കാം അച്ഛാ, ഒരു മിനിറ്റ് അച്ഛാ എന്ന് പറയും. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ ഒന്നും മിണ്ടാതെ കട്ട് ചെയ്യും. പാവൻ്റെ അച്ഛൻ. ഞാനങ്ങനെ ഇത്രയും സ്പീഡിൽ ഞാൻ പറയണ്ടായിരുന്നു ഭഗവാനെ. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മണിയടിക്കുന്ന പോലെ പറയും. എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞ് ഈ സ്പീഡ് ഒരല്പം കുറയ്ക്കാൻ വിളി, ശരിയല്ല, അത്ര സ്പീഡ് നിൻ്റെ ജീവിതത്തിൽ വേണ്ട. ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ. ആ സെക്കൻഡ് ഞാൻ ഫോൺ എടുക്കും, അച്ഛാ പറയാച്ചാ. അപ്പോഴും എൻ്റെ അച്ഛൻ ഒരു പരാതി ഇല്ലാതെ
ഒന്നുമില്ല, നീ രാവിലെ വിളിച്ചില്ലേ അതുകൊണ്ട് അച്ഛൻ വിളിച്ച. അത് അച്ഛൻ എങ്ങനെയായിരുന്നു അച്ഛൻ, വേറൊരു ഫോൺ, അതുകൊണ്ട് അച്ഛൻ കട്ടേ, സോറി അച്ഛൻ. അതൊന്നും കുഴപ്പമില്ല, സാരമില്ല. ഒരു സമാധാനം. അപ്പൊ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ സമാധാനത്തോടെ നമ്മൾ പോവുക. ആ ശാന്തിക്കും സമാധാനത്തിനും ഒരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. മെല്ലെ ഒഴുകി വരുന്ന വെള്ളം ശരീരത്തിൽ തട്ടിയാൽ വേദനിക്കില്ല. വെള്ളച്ചാട്ടത്തിന്റെ താഴെ പോയി നിന്ന് വെള്ളം വീണ ശരീരത്തിന് വേദനിക്കും. മനസ്സിലായി? ആ സ്പീഡാണ് നമുക്ക് വേദന തരുന്നത്. ആ ശാന്തത നമുക്ക് വേദന തരൂല. മനസ്സിലായില്ലേ? നല്ല ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ ആ വെള്ളം വീഴുമ്പോൾ നമ്മുടെ മുഖം വേദനിക്കും അല്ലേ? ശ്രീല പ്രഭുപാദ് കി ജയ്. വെള്ളം വീഴുമ്പോൾ വേദനിക്കും അല്ലേ? അതേസമയം ശാന്തമായിട്ട് പെയ്യുന്നൊരു മഴയാണെങ്കിലോ നമുക്ക് വേദനിക്കില്ല, നമുക്കൊരു ആനന്ദമായിരിക്കും. ആ വണ്ടിയുടെ സ്പീഡും കുറയുമ്പോൾ. അപ്പൊ അതേപോലെ ജീവിതത്തിന്റെ സ്പീഡും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം. ചാടി കടിച്ച് എടുത്ത് ചാടി ഇതെന്ന് പറഞ്ഞ് എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ എന്നും പടുകുഴികളെ നമുക്ക് തരും. ആ കുഴിയുടെ ആഴം കൂടും, അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. കുഴിയുടെ ആഴം കുറഞ്ഞ കുഴിയിലേക്കാണെങ്കിൽ മെല്ലെ എഴുന്നേറ്റ് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ? കഴിയുന്നതും യുദ്ധം കൂടാതെ കാര്യം നടത്തുവാൻ ശ്രമിക്കണം. അത് ജീവിതത്തിലാണെങ്കിലും പരസ്പരം പോരടിക്കാതെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കാൻ ശ്രമിക്കണം. പോരടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. പരസ്പരം പോരാടി ജയിക്കുന്നതൊന്നും നമുക്കൊന്നും കിട്ടില്ല. വാശിയും വിദ്വേഷവും വൈരാഗ്യവും കൊണ്ട് ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയില്ല. ശാന്തിയും സമാധാനവും കൊണ്ട് മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കൂ. ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒറ്റപ്പെടാത്ത അവസ്ഥ നമുക്ക് ലഭിക്കൂ. ബന്ധങ്ങളില്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് അവര് വേണ്ട, ഇവര് വേണ്ട. നമ്മുടെ കുടുംബങ്ങൾ നമ്മളോട് പലതും ചെയ്യുന്നേ. സാമ്പത്തികത്തിന്റെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും നേട്ടങ്ങളുടെ പേരിലൊക്കെ നമ്മുടെ കുടുംബക്കാർ നമ്മളോട് പലതും ചെയ്യും. നമ്മുടെ സഹോദരങ്ങൾ തന്നെ ചെയ്യും. പക്ഷേ ബന്ധങ്ങളെ നമ്മൾ അറുത്തു മുറിച്ച് കളയരുത്. എൻ്റെ ആങ്ങള എനിക്ക് ഇന്ന് വരെ എനിക്കൊരു 5 രൂപയുടെ മുടിയിലിടുന്ന ഒരു ബാൻഡ് പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. ഈ നിമിഷം വരെ വാങ്ങി തന്നിട്ടില്ല. പക്ഷെ അവന് ഞാൻ എൻ്റെ ലിവർ വരെ കൊടുക്കാൻ തയ്യാറായ ഒരാളാണ്. പാസ്സായി മാതാജി. എൻ്റെ ലിവർ വരെ ഞാനൊരു ഘട്ടത്തിൽ അവന് കൊടുക്കാൻ തയ്യാറായ വ്യക്തിയാണ്. അപ്പോൾ പണ്ട് അവൻ ഗൾഫിൽ പോയി വന്നപ്പോഴും എനിക്ക് ഒന്നുമില്ലായിരുന്നു. അപ്പോഴും എൻ്റെ അമ്മ പറ, അവൻ എന്തറിഞ്ഞിട്ട്, അവനൊന്നും അറിഞ്ഞൂടാ, നീ മിണ്ടായിരിക്കും അവിടെ എന്ന് പറയും. എനിക്ക് ഒരു പരാതിയില്ല, അന്നുമില്ല ഇന്നുമില്ല. അവന് വേണ്ടി, അവൻ്റെ മക്കൾക്ക് വേണ്ടി, അവൻ്റെ ഭാര്യയ്ക്കും വേണ്ടി ഞാൻ കൈ നിറച്ചും ചെയ്യുന്ന ഒരാളാണ്. ഇത് ഇപ്പോഴും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യ വന്നപ്പം അവർക്ക് ഡ്രസ്സ്, സാധനങ്ങള്, അവർക്ക് വേണ്ട എല്ലാം അവന് കൊടുക്കാൻ അറിയാം. പക്ഷെ എനിക്ക് പരാതിയില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഞാനെന്നൊരു പെങ്ങള് കൂടെ ഉണ്ടായിട്ട് നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ഒരു 5 രൂപയുടെ മുടിക്കിടുന്ന സാധനം നീ മേടിച്ചെന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാം. നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇന്ന് എന്തെല്ലാം ചെയ്യുന്നു? ഒരു ഓണവും വിഷു വന്ന പൈസ പോക്കറ്റിലിട്ട് അവരെയും കൊണ്ട് കോഴിക്കോട് SM സ്ട്രീറ്റിൽ പോയി നീ വേണ്ട ഭക്ഷണം മുതൽ ഡ്രസ്സ് മുതൽ എല്ലാം മേടിച്ചു കൊടുക്കുന്നില്ലേ? അപ്പൊ ഞാൻ ഇനി എന്തിനു നിനക്ക് ചെയ്യണം? പക്ഷെ അവിടെ ബന്ധം തകർന്നു പോവേ. ബന്ധം തകർന്നു പോവും ആ ചോദ്യത്തിന്റെ മുന്നിൽ. എനിക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് പരാതി ഇല്ലാത്തത് ആ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സോ മുടിക്കിടുന്നതോ ഭക്ഷണത്തിലോ അല്ല. അതിലും മേലെയാണ് എൻ്റെ സഹോദരന്റെ സ്ഥാനം. അതിലും മേലെയാണ് എനിക്ക് എൻ്റെ രാജു. രാജു എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ അമ്പിളി വിളിച്ചില്ലേ എന്ന് ദിവസവും ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ചോദിക്കുന്ന ആ ചോദ്യമാണ് അവനിൽ നിന്ന് എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. എൻ്റെ അച്ഛനോടും അമ്മനോടും, അച്ഛൻ അമ്പിളി വിളിച്ചില്ലേ, അവൾ എവിടെ ഉണ്ട് അച്ഛൻ, അവൾ ഗുരുവായൂർ വന്നാ? ആ ഒരു ചോദ്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ആ ചോദ്യം അവൻ്റെ ഭാര്യയ്ക്ക് കിട്ടില്ല, അവൻ്റെ മക്കൾക്ക് കിട്ടില്ല. പക്ഷെ പെങ്ങളായ എനിക്ക് കിട്ടുന്നുണ്ട്. അവൻ തരുന്ന ഡ്രസ്സിനേക്കാളും അവൻ തരുന്ന മുടിക്കിടുന്നതിനേക്കാളും എനിക്ക് വലുത് ആ ചോദ്യമാണ്. അതാണ് നമ്മളെ സഹോദര ബന്ധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ബന്ധങ്ങളാണ് എന്താ പറയേണ്ടത്, നമ്മൾ നിലനിർത്തേണ്ടത്. ഒരിക്കലും പരസ്പരം പോരടിച്ച് ബന്ധങ്ങൾ നിലനിർത്തരുത്. അതാരോടുള്ള ബന്ധമായാലും ശരി. പിന്നെന്താ പറയുന്നത്? അതിലാണ് രാജാവിന്റെ മിടുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന്റെ മിടുക്ക് കാണേണ്ടത് പോരടിക്കൽ ഒഴിവാക്കിയിട്ടാണ്. യുദ്ധം കൊണ്ടുണ്ടായ ജയം താഴ്ന്ന തരത്തിലുള്ള ജയമാണെന്ന് മനീഷികൾ കരുതുന്നു. യുദ്ധത്തിൽ എന്തായാലും ബന്ധങ്ങളെല്ലാം അറുത്തുമുറിച്ച് കളയും, മരണം സംഭവിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. നേട്ടങ്ങളെക്കാൾ വലുതാണ് നഷ്ടങ്ങൾ. പക്ഷെ സമാധാനത്തിന്റെ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ കാര്യങ്ങളാണെങ്കിലോ നമുക്കെന്നും മനസ്സമാധാനമായിരിക്കും. നമ്മുടെ കുടുംബത്താണേലും പോരടിച്ചു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ പറഞ്ഞ്
പരസ്പരം വേദനിച്ച് കാലാകാലം അത് ഹൃദയത്തിൽ കിടക്കുമല്ലേ. രണ്ടെണ്ണം തല്ലിയാൽ ആ വേദന മാറും, പക്ഷെ പറയുന്ന വാക്കുകളുടെ വേദന അത് ജന്മത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോവില്ല, ജീവിതത്തിൽ പോവില്ല. ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് പോവില്ല. അപ്പൊ എന്ത് ചെയ്യരുത്? അറുത്ത് മുറിച്ച വാക്കുകൾ നമ്മൾ ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയാ, നമുക്കത് മരിച്ചാൽ പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വാക്ക് പോവില്ല. അപ്പൊ ഒരിക്കലും പോരടിച്ചുകൊണ്ട് നമ്മൾ ഒരു ബന്ധങ്ങളെയും നമ്മൾ മുന്നോട്ട്, വീട്ടിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ പോരടിക്കരുത്. പോരടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാ എന്താന്നൊന്നുമില്ല, അതങ്ങനെ കിടക്കും കല്ലായിട്ട്. എന്തിനാ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നത്? സമാധാനത്തിന്റെ രൂപത്തിൽ പോകും. ക്ഷമിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ക്ഷമിക്കൂ. ക്ഷമിക്കാത്തൊരു വ്യക്തിയുടെ കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ടാവില്ല. അത് എന്തിന്റെ പുറത്താണെങ്കിലും ശരി. ശിശുപാലന്റെ 100 തെറ്റ് ഗുരുവായൂരപ്പൻ ക്ഷമിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഗുരുവായൂരപ്പനെ പറഞ്ഞു ശിശുപാലൻ? ജീവിതത്തിൽ പറയാൻ പറ്റാത്ത, ഇനി ഒരു കാലത്ത് ആരും പറയാത്ത വാക്കുകളെല്ലാം ആ പരമാത്മാവ് കേട്ടു. എന്നിട്ടും ആ പാവം അത് ക്ഷമിച്ചില്ലേ? ചിരിച്ചുകൊണ്ട് ക്ഷമിച്ചില്ലേ? അപ്പൊ ആ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല? അങ്ങനെ ക്ഷമിക്കാത്തൊരു വ്യക്തിയുടെ കൂടെ ഗുരുവായൂരപ്പൻ എങ്ങനെ ഉണ്ടാവും? എന്തിന്റെ പുറത്താണെങ്കിലും എങ്ങനെ ഉണ്ടാവും? ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ ഇന്ന് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര അനേകായിരം ജന്മങ്ങൾ കൊണ്ട്, കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട്, കോടാനുകോടി തെറ്റുകൾ ചെയ്തിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുന്നത്. ചിന്തിക്ക്. തെറ്റ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുമോ? ജനിക്കില്ല. അപ്പൊ കോടാനുകോടികൾ തെറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്ത നമ്മളോട് നമ്മുടെ ഗുരുവായൂരപ്പൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിലുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. നമ്മൾ ക്ഷമിക്കുക. ക്ഷമിച്ച ഗുരുവായൂരപ്പൻ കൂടെയുണ്ട്. നമ്മൾക്കുള്ളിൽ ക്ഷമയില്ലേ, ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ദൈവാധീനം കൊണ്ടുള്ള എതിർഷ്യാ ലഭിക്കുന്ന ഒരു ജയമാണത്. ക്ഷമയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു വിജയമുണ്ട്. അത് ദൈവാധീനം കൊണ്ടുണ്ടാവുന്ന ജയമാണ്, അല്ലാണ്ട് കിട്ടുന്ന ജയമല്ല. സമാധാനങ്ങളെ കൊണ്ടുള്ള ജയമാണ് അഭിലഷണീയമായിട്ടുള്ളത്. സന്തോഷം നൽകുന്നത് സമാധാനം കൊണ്ടുള്ള ജയം മാത്രമാണ്. സമാധാനമില്ലാതെ നമ്മൾ പോരടിച്ചുണ്ടാക്കുന്ന ജയം വേസ്റ്റാണ്. ചില വ്യക്തികൾ 2 പേര് തമ്മിൽ തല്ലിക്കഴിഞ്ഞു, ഇന്നും ഞാൻ അവനെ ശരിയാക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് വീട്ടിന്റെ പടിക്ക് കയറി ചെല്ലും. അത് വേസ്റ്റാണ്. അവിടെ ഈശ്വരനില്ല. പറഞ്ഞ വാക്കുകളൊക്കെ നാളെ ഡബിൾ സ്പീഡിൽ നമുക്ക് വേറൊരാളെ വായെന്ന് കേൾക്കേണ്ടി വരും. മറ്റൊരാളെ ഭഗവാൻ നിയോഗിക്കും. അടുത്ത ജന്മത്തിലെങ്കിലും നിനക്കുള്ളത് നീ ഈ ജന്മം ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഡബിൾ കണ്ട് നീ അടുത്ത ജന്മം കേൾക്കാനുള്ള ബാധ്യസ്ഥനാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊന്നും ക്ഷമയോടെയാണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നതെങ്കിൽ നല്ലതാ. നമ്മുടെ വീട്ടിന്റെ 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട കാര്യം നമ്മൾ നമ്മുടെ വീടിന്റെ പടി കടന്ന് പുറത്തേക്ക് പോകരുത്. അവിടെയാണ് നമ്മുടെ തോൽവി. അത് കേട്ട് നിൽക്കുന്ന ഒരാളും നാളെ നമ്മളെ തലയെ കയറ്റി സഹായിക്കൂല. നമ്മൾ പറയുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, യോ 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 എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. പക്ഷെ തിരിഞ്ഞു നിന്ന് പറയാം, കേട്ടണം, അങ്ങനെ കേട്ടിയാ പോരാ, അത് വേണം എന്ന് പറയും. എന്തിനാ വടി കൊടുത്തടി വാങ്ങണേ? എന്താ ആവശ്യമിരിക്കണം? അവനവന്റെ കാര്യം അവനവന്റെ ഉള്ളിൽ, അവനവന്റെ വീട്ടിന്റെ അകത്ത് തല കുനിച്ച് ക്ഷമയോടെ പറയാൻ ഒരാളുണ്ട് ഗുരുവായൂരപ്പൻ. എല്ലാം പറഞ്ഞു തീർക്കുക, അതിനുള്ള ഉത്തരം കിട്ടും. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? യുദ്ധം വേണ്ടി വന്നാൽ തന്നെ പല ശത്രുക്കളോടും ഒന്നിച്ചെതിർക്കരുത്. ഇനിയിപ്പോ ഒരു സാഹചര്യം വന്നു, ആ സാഹചര്യം നമ്മൾ അങ്ങോട്ട് കർക്കശമായി പറഞ്ഞ് യുദ്ധം പോലെ തന്നെ തീർക്കേണ്ട കാര്യമാണെങ്കിൽ 10 പേരെ ഒരുമിച്ച് നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് വായിട്ടലയ്ക്കരുത്. ഓരോ വ്യക്തികളോടും കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തീർക്കുക. അപ്പൊ അതിനൊരു സമാധാനം കിട്ടും. അല്ലാതെ പട പൊരുതാൻ വേണ്ടിയിട്ട് പോയി നിൽക്കരുത് എന്നാണ് പറയുന്നത്. ശത്രു അതിശക്തനാണെന്ന് കണ്ടാൽ സമാധാനങ്ങളെ കൊണ്ട് അവനെ പാട്ടിലാക്കാൻ ശ്രമിക്കേ പാടും. നമ്മുടെ ശത്രുക്കൾ കുറച്ച് ബോൾഡാണ്, ശക്തിയുള്ളവനാണെങ്കിൽ പൊരുതാൻ നിൽക്കരുത്. ഓ ശരി, നിങ്ങൾ പറഞ്ഞതാ ശരി, എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, ക്ഷമിക്കണേ, അങ്ങ് മുട്ടുമടക്കിയേക്ക്. ക്ഷമിക്കൂലാന്നും പറഞ്ഞ് നിന്നാലും ക്ഷമിച്ചില്ല, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കണ്ട, പിന്നെ നിങ്ങളെ കൊണ്ടാവണം, നിങ്ങൾ ചെയ്യും, അതല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരിക. കുറച്ച് കഴിയുമ്പോൾ ആ ശത്രു തനിയെ അങ്ങ് അടങ്ങിക്കോളും. അല്ലാതെ നമ്മൾ പോരടിക്കാൻ പോയിട്ട് കാര്യമില്ല. യുധിഷ്ഠിര, ഭവാൻ രാജ്യത്തിൽ എല്ലാവർക്കും ഹിതമാവുന്ന രീതിയിൽ എന്തു ചെയ്യണം? ഭവാൻ രാജ്യത്തിൽ ഹിതമാവുന്ന രീതിയിൽ രാജഭരണം നടത്തി കൃതാർത്ഥനായി തീരുക. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പം അച്ഛനോട് പെരുമാറേണ്ട രീതിയിൽ അച്ഛനോട് പെരുമാറുക, അമ്മയോട് പെരുമാറേണ്ട രീതിയിൽ അമ്മയോട് പെരുമാറുക, സഹോദരങ്ങളോട് പെരുമാറേണ്ട രീതിയിൽ അവരോട് പെരുമാറുക, സഹോദര ഭാര്യയോടാണെങ്കിൽ അങ്ങനെ, മക്കളോടാണെങ്കിൽ ഇങ്ങനെ, അയൽവക്കക്കാരോടാണെങ്കിൽ അങ്ങനെ, എല്ലാവരെയും സമാധാനിപ്പിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് നമുക്ക് ഒരാളെ മാത്രം
സന്തോഷിപ്പിച്ചും സമാധാനിപ്പിച്ചിട്ടും നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, അവരെ മക്കളോട് സംസാരിക്കും, അമ്മനോട് സംസാരിക്കില്ല, അച്ഛനോട് സംസാരിക്കില്ല, അമ്മായിയമ്മയോട് സംസാരിക്കില്ല, അമ്മായിയപ്പനോട് സംസാരിക്കില്ല, സഹോദരങ്ങളോടും മിണ്ടില്ല, സഹോദര ഭാര്യയോടും മിണ്ടില്ല. എന്തർത്ഥം ഈ ജീവിതത്തിന്? എന്നാൽ ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചുറ്റിനും ഉണ്ടാവും, ഇല്ലേ? അവർ മരിച്ചാൽ നമ്മളും ഉണ്ടാവും. പിന്നെ എന്തിനിങ്ങനൊരു വിവേചനം? അങ്ങനെ ഒരു വിവേചനം വേണ്ട നമ്മുടെ കുടുംബത്തിൽ ഈശ്വരനും ഐശ്വര്യവും ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി ദേവി ഉള്ളിടത്ത് വഴക്കും വക്കാണോ ഉണ്ടാവില്ല. ലക്ഷ്മി ദേവി വന്നിരിക്കണമെങ്കിൽ ആ വീട്ടിൽ ശാന്തിയും സമാധാനവും കളിയാടണം. ദാരിദ്ര്യം മാറാനാണ് നമ്മളെല്ലാവരും ഭഗവാനെ ലക്ഷ്മി ദേവിയെ ആശ്രയിക്കുന്നത്, അല്ലെ? ആ ദാരിദ്ര്യത്തിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ, ലക്ഷ്മി ദേവി കയറി വരണമെങ്കിൽ, വീട്ടിൻ്റെ മുമ്മറത്ത് തന്നെ കൃഷ്ണന്റെ ഫോട്ടോ വെച്ചതുകൊണ്ടോ, കൃഷ്ണന് കൊണ്ടേ മാല ഇട്ടതുകൊണ്ടോ, ലക്ഷ്മി ദേവിക്ക് പൂജ വെച്ചതുകൊണ്ടോ, നാരങ്ങാവിളക്ക് കത്തിച്ചു വെച്ചിട്ടോ എല്ലാം ചെയ്ത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പിന്നെ വമ്പൻ വഴക്കൂടിയിട്ട് എന്ത് പ്രയോജനം? ശാന്തിയും സമാധാനവും ഉള്ളിടത്ത് ഈശ്വരന്റെ ചൈതന്യം ഉണ്ടാവും. ശാന്തിയും സമാധാനവും ഉള്ളിടത്ത് മൂദേവിയാണ് വസിക്കാൻ പോണത്. അപ്പൊ എന്ത് ചെയ്യണം? ശാന്തിയും സമാധാനവും നിലനിർത്തിയാൽ ഈശ്വരൻ കയറി വരും. സാക്ഷാൽ ഗുരുവായൂരപ്പൻ കയറി വരും, ഒപ്പം ലക്ഷ്മി ദേവിയും കയറി വരും. ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ ലക്ഷ്മി ഉണ്ടാവില്ല, കൃഷ്ണനും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അവസാനം നമ്മൾ നശിച്ചും തീരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ, നല്ല പേരും നല്ല പ്രശസ്തിയും നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ, നന്മയുള്ളൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ശാന്ത മനോഭാവത്തോടെ മുന്നോട്ട് പോകാം. ക്ലിയർ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുറേ എന്ത് പറയണം എന്നുള്ള ആ ഒരു പ്രിപ്പേർഡ് ആയിട്ടൊന്നും വന്നിരുന്ന് പറയുന്നല്ല. ഭഗവാൻ എന്തൊക്കെയോ പറയിക്കുന്നു. പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. പറയുന്ന ഞാനും പഠിക്കുന്നു, കേൾക്കുന്ന നിങ്ങളും പഠിക്കുന്നു. ഭഗവാൻ അതിനൊരു മീഡിയേറ്റർ ആവുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ജീവിതം ഭഗവാന്റെ കൈകളിലാണ്. ഭഗവാൻ വരണമെങ്കിൽ ശാന്തിയും സമാധാനവും വേണം. നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അങ്ങ് ഓഡിയോ ആയിട്ട് ഇട്ടോളൂ. സമയം പോലെ കേട്ടോളാം. ഇഷ്ടപ്പെട്ടു ജയന്തി മാതാജി. പിന്നെ തിരുനെല്ലിയിലെ നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണം ആരും മറക്കരുത്. ഇതുവരേക്കും നമുക്ക് എന്തോ 10,000, 6,500, 7,000 രൂപയെ കളക്ഷൻ ആയിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് കൊടുക്കണം. അപ്പം പിന്നെ സപ്താഹത്തിൻ്റെ ലിസ്റ്റ് ഇടാനുണ്ട്. മെസ്സേജുകളൊന്ന് തീരട്ടെ എന്ന് ഓർത്തിട്ട് ഇന്ന് അന്നദാനം ചെയ്തിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, മെസ്സേജുകൾ നോക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം എല്ലാം ഒന്ന് പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ? അപ്പം അതിനനുസരിച്ച് പോവുക. അടിപൊളി ശ്രീകണ്ഠൻ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് മുതൽ വഴക്കും വക്കാണങ്ങളൊക്കെ ഉള്ളവരോടൊക്കെ ഒന്ന് ചിരിക്കാൻ നോക്കുക. നാളെ ചിലപ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ പരിഹസിച്ചു എന്നുള്ള പേരൊക്കെ കേൾക്കട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോട്ടെ, സാരമില്ല. ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടല്ലേ, ക്ഷമിക്കുക. ഓക്കെ? അപ്പം ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാഭവനപുരേഷൻ കി ജയ്. എല്ലാ നന്മകളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. മഹാദേവൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും രാധാറാണിയുടെ ഒക്കെ കടാക്ഷം ഉണ്ടാവട്ടെ. കിച്ചൂട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ശാന്തിയും ആരോഗ്യവും സുഖവും എല്ലാം നൽകട്ടെ. ഓക്കെ? ഹരേ കൃഷ്ണ. ഫ്രണ്ട്സ് വെയിറ്റിംഗ്. യെസ്, കറക്റ്റ്. ഞാൻ കഴിച്ചിട്ട് പോകും, അല്ലാണ്ട് പോവില്ല. വിശപ്പ് അത് എന്നെ മാടി വിളിക്കുന്നു. കേട്ടാ. നാളെ കാണാം കേട്ടോ.